Yes, good evening. We are in the last area of general meeting. Last session, we were discussing about electronic voting. Show of hands, basically, types of voting like show of hands, പിന്നെ poll, then electronic voting. വളരെ ഡീറ്റെയിൽ ആയിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വോട്ടിങ്ങും പ്രൊസീജിയേഴ്സും നോക്കി. ഇനി നമുക്ക് മീറ്റിംഗ്സിൽ ബാക്കിയുള്ളത് രണ്ട് ഏരിയ ആണ്. ഒന്ന് പോസ്റ്റൽ ബാലറ്റും പിന്നെ മിനിറ്റ്സ്. ലാസ്റ്റിൽ കുറച്ച് റീഡിംഗ് ഏരിയ ആണ് ഈ വിർച്വൽ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള ഏരിയ. സോ വിത്ത് ദാറ്റ് വി വിൽ കംപ്ലീറ്റ് പാർട്ട് ബി and possibly next class we'll start with part A. See, meetings, general meeting compared to the three sessions. Just to recap, we started from types of general meeting, AGM, EGM, class meetings, notice, section 101, quorum 103, explanatory statement 102, 104 chairman, 105 proxy, 106 right of voting, 107 show of hands, 108 e-voting, 109 demand for poll. അപ്പോൾ ഓർഡറിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. AGM-ൻ്റെ അറിയാമല്ലോ 96, പിന്നെ EGM 97, 98 ഒക്കെ ഉണ്ട്. സോ ഇഫ് യു ലുക്ക് ദ സെക്ഷൻസ്, ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വളരെ ഓർഡറിൽ വരുന്നൊരു സെക്ഷൻസാണ്. സോ ഇപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ഐ തിങ്ക് സൺഡേ ക്ലാസ്സിൽ നോക്കിയത് വോട്ടിംഗ് സിസ്റ്റംസ് ആണ്. അതിൽ ഷോ ഓഫ് ഹാൻഡ്സ്, പോള്, അതുപോലെ തന്നെ ഈ വോട്ടിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വോട്ടിംഗ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് സ്ക്രൂട്ടനൈസറിനെ കുറിച്ചാണ്. നമ്മൾ വളരെ എലോബറേറ്റ് ആയിട്ട് ചർച്ച ചെയ്തതാണ്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ക്ലാസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ സ്ക്രൂട്ടനൈസറിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറീസ് ആണ് നല്ലൊരു ശതമാനം കമ്പനീസിലും ജനറൽ മീറ്റിംഗ്സിൽ സ്ക്രൂട്ടനൈസറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇമ്മൻസ് സ്കോപ്പുള്ളൊരു ഏരിയയാണ്. So we had discussed that very detail about the report of scrutinizer, എത്ര ദിവസത്തെ റിപ്പോർട്ട് കൊടുക്കണം, e-voting methodology, everything we covered. Now, as I told, we have two areas to study further in this general meeting. One is postal ballot and minutes, of course. Minutes ആണല്ലോ തീരുന്ന ഏരിയ. പിന്നെ ഒരു വിർച്വൽ മീറ്റിംഗ്സിനെ കുറിച്ച് ഏരിയ ഉണ്ട്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. You can just have a read. So if everything is okay, I think possibly we can start with that. Part 8 tomorrow. Coming to postal ballot, section 110 ഓർഡറിലാണ് വരുന്നത്. അറിയാലോ, സെക്ഷൻസ് അടുക്കായിട്ടാണ് വരുന്നത്. 109 ഡിമാൻഡ് ഫോർ പോൾ വരുന്നു, 108 ഇ വോട്ടിംഗ്, 107 ഷോ ഓഫ് ഹാൻഡ്സ്, 106 റൈറ്റ് ഓഫ് വോട്ടിംഗ്. അതൊരു നിൽക്കുകയാണ്. സോ തൊട്ടടുത്ത സെക്ഷനാണ് പോസ്റ്റൽ ബാലറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതും കൂടി എടുക്കുമായിരുന്നു, ബട്ട് ഒരേ ഓർഡറിൽ വരുന്നതായതുകൊണ്ടും ഒരുപോലത്തെ കാര്യമായതുകൊണ്ടും ഐ തോട്ട് ദർ ഷുഡ് ബി എ ബ്രേക്ക്, ഒരു മൈൻഡ് ബ്രേക്ക് വേണം. അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റൽ ബാലറ്റ് ആയത്. ഈ പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ പ്രോക്സി എന്ന് പറയുന്നതും അതുപോലെ തന്നെ പോൾ എന്ന് പറയുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ റിഡൻഡൻ്റ് ആയി. കാരണം ഈ വോട്ടിംഗ് വന്നതോടുകൂടി വൺസ് ഈ വോട്ടിംഗ് ഈസ് ഓൾറെഡി അലൗബിൾ അണ്ടർ ദ ലോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം പ്രോക്സിയെ വിടുന്നത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതാണല്ലോ. ഇപ്പോൾ ഈ വോട്ടിംഗ് വന്നതോടുകൂടി എനിക്ക് ഇവിടെ നോട്ട് ചെയ്താൽ മതിയല്ലോ, എനിക്ക് വേറെ ആളുടെ ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ബിക്കം റിഡൻഡന്റ്. അതുപോലെ പോൾ എന്ന് പറയുന്നത് ഈ വോട്ടിംഗ് സംവിധാനമാണ് കമ്പാരിറ്റീവ്ലി പേപ്പർലെസ് ആണ്, കുറച്ചുകൂടി സെക്യൂർഡ് ആണ്, കുറച്ചുകൂടി കോൺഫിഡൻഷ്യലാണ്. റിമോട്ടായിട്ടും വീട്ടിൽ ഇരുന്നും അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ പോകാതെ തന്നെ വോട്ട് ചെയ്യാം. വി ഹാവ് എ സിസ്റ്റം ഓഫ് റിമോട്ട് വോട്ടിംഗ്. സോ ഓൾ ദീസ് വോട്ടിംഗ് സിസ്റ്റംസ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി റോബസ്റ്റ് ടെക്നോളജി. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വലിയ ഇനിയുള്ള കാലത്ത് അത്രയും നല്ല റിലവൻസ് ഉണ്ടോ എന്ന് സംശയമുണ്ട് ഞാൻ പറഞ്ഞു. അതുപോലൊരു സംഭവമാണ് പോസ്റ്റൽ ബാലറ്റ്. Again, that relevance is comparatively less, but there is a statutory provision which we will be discussing today.
അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റൽ ബാലറ്റ് സെക്ഷൻ 110 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Now before I go into the postal ballot, I like to compare this postal ballot with another area in board meeting. Usually നമ്മൾ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് CS എക്സിക്യൂട്ടീവ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമ്മൾ അതിന് ആ ഒരു ആംഗിളിലും കൂടെ ചിന്തിക്കണം. അതായത് യു ഹാവ് സംതിങ് കോൾഡ് എസ് എ സർക്കുലർ റെസൊല്യൂഷൻ ഇൻ ബോർഡ് മീറ്റിംഗ് സെക്ഷൻ 175. ഡയറക്ടർമാർക്ക് റെസൊല്യൂഷൻ്റെ ഡ്രാഫ്റ്റും അതിൻ്റെ അനക്സസും വീട്ടിൽ കൊടുത്തയച്ചോ ഇമെയിൽ വഴിയോ പോസ്റ്റൽ വഴിയോ കൊറിയർ വഴിയോ അയച്ചു കൊടുത്ത് ആ റെസൊല്യൂഷൻ പാസ്സാക്കി എടുക്കുന്നതിനാണ് നമ്മൾ സർക്കുലർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. And I hope you will recollect under section 179(3) there are certain agenda items which cannot be passed through circular resolution, that should be passed only at a board meeting. അപ്പോൾ അതാണ് സർക്കുലർ റെസൊല്യൂഷൻ്റെ ഒരു and if you look the framework, a general framework of postal ballot which is applicable for a general meeting, രണ്ടും ഒരുപോലെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രീതി. ഇവിടെ ഇതുപോലെ പോസ്റ്റൽ ബാലറ്റ് നമ്മൾ റെസൊല്യൂഷൻ്റെ ഡ്രാഫ്റ്റ് ഷെയർ ഹോൾഡേഴ്സിന് പോസ്റ്റൽ വഴിയോ ഇമെയിൽ വഴി അയച്ചു കൊടുത്ത് ഒരു കവറൊക്കെ അയച്ചു കൊടുത്ത് അതിൽ അവർ ഒപ്പിട്ട് തിരിച്ചു തരുന്നതിനാണ് നമ്മൾ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സിമിലറാണ്. അതായത് ജനറൽ മീറ്റിങ്ങിൽ പോസ്റ്റൽ ബാലറ്റ് ഉണ്ട്, ബോർഡ് മീറ്റിങ്ങിൽ സർക്കുലർ റെസൊല്യൂഷൻ ഉണ്ട്. രണ്ടിൻ്റെയും പ്രത്യേകത റെസൊല്യൂഷൻസിന് വേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടി മാത്രം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണ്ട, അല്ലേ? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടി മാത്രം ഒരു എസ്പെഷ്യലി വെൻ യു ഹാവ് ഓൺലി വൺ ഐറ്റം ഓഫ് അജണ്ട ഐറ്റം ഓഫ് എ റെസൊല്യൂഷൻ ഇഫ് യു വാണ്ട് ടു ടേക്ക് അപ്രൂവൽ, അതിനുവേണ്ടി നിങ്ങളൊരു എൻ്റയർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിൻ്റെ കോസ്റ്റും അതിൻ്റെ പ്രൊസീജിയേഴ്സും ടൈമും എന്താണ് വെറുതെ സമയം കളയണ്ട എന്നുള്ളതാണ് ഈ ലോയുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ്ലി ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ലൈക്ക് സർക്കുലർ റെസൊല്യൂഷൻ ദെയർ, ഹിയർ വി ഹാവ് എ പോസ്റ്റൽ ബാലറ്റ്. അവിടെ ബോർഡിൽ റെസൊല്യൂഷൻസ് പാസ്സാക്കുന്ന ഒരു രീതിയാണ് സർക്കുലർ റെസൊല്യൂഷൻ. ഇവിടെ പോസ്റ്റൽ ബാലറ്റ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അപ്രൂവൽ എടുക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് പോസ്റ്റൽ ബാലറ്റ്. രണ്ട് കേസിലും മീറ്റിംഗ് വിളിക്കേണ്ട ആവശ്യമില്ല. റെസൊല്യൂഷന് വേണ്ടി മീറ്റിംഗ് മാത്രം, ഒരു റെസൊല്യൂഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടണ്ട എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ പോസ്റ്റൽ ബാലറ്റ് ജനറൽ മീറ്റിംഗിലും സർക്കുലർ റെസൊല്യൂഷൻ ബോർഡ് മീറ്റിംഗിലും വെച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഹിയർ സെക്ഷൻ 110, 110, അവിടെ സെക്ഷൻ 175. പക്ഷേ ഏറ്റവും രസകരമായ ഒരു കമ്പാരിസൺ രണ്ടാമത്തതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സർക്കുലർ റെസൊല്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബോർഡ് മീറ്റിങ്ങിൽ വച്ച് മാത്രം പാസ്സാക്കേണ്ടതായിട്ടുള്ള ചില അജണ്ട ഐറ്റംസ് ഉണ്ട്. ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ സെക്ഷൻ 179(3). അത് ഒഴികെ ബാക്കി ഏത് റെസൊല്യൂഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സർക്കുലർ റെസൊല്യൂഷൻ വഴി പാസ്സാക്കാം. ആൻഡ് ഐ ഹോപ്പ് യു നോ ദ ലിസ്റ്റ്, അല്ലേ? ഏതാണ്? 179(3) ബൈബാക്ക്, കോൾ വിളിക്കുക, ഡൈവേഴ്സിഫൈ ചെയ്യുക, അമാൽഗമേറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അപ്രൂവ് ചെയ്യുക, KMB അപ്പോയിന്റ് ചെയ്യുക, ഇന്റേണൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുക, സെക്രട്ടറി ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുക, KMB അപ്പോയിന്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഇന്റർ കോർപ്പറേറ്റ് ലോൺ കൊടുക്കുക. ആൻഡ് വി ഹാഡ് സ്റ്റഡീഡ്, നമ്മൾ 13 ലിസ്റ്റ് പഠിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്തരം റെസൊല്യൂഷൻസ് തീരുമാനങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? സർക്കുലർ റെസൊല്യൂഷൻ വഴി ചെയ്യരുത്. മറിച്ച് നിങ്ങൾ അതിന് എന്തേ ചെയ്യാവൂ? അതിനെ ബോർഡ് മീറ്റിംഗിൽ വെച്ച് മാത്രമേ ചർച്ച ചെയ്യാവൂ. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പോസ്റ്റൽ ബാലറ്റിൽ പറഞ്ഞിരിക്കുന്നത് നേരെ തലകുത്തിനെയാണ്. ഇവിടെയും ഇതുപോലെ ഇഫ് ഐ റിമെമ്പർ 9 to 10 ലിസ്റ്റ് നമ്മൾ ചില അജണ്ട ഐറ്റംസ് പറയുന്നുണ്ട്. ഇവിടെ ഷെയർ ഹോൾഡറിൻ്റെ മീറ്റിംഗ് ആണെന്ന് മറക്കരുത്. ഇവിടെ കുറച്ച് അജണ്ട ഐറ്റംസ് സെക്ഷൻ 118 റെഡ് വിത്ത് റൂളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഐറ്റംസ് പോസ്റ്റൽ ബാലറ്റ് വഴിയെ മാത്രമേ പാസ്സാക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായില്ല? കാരണം എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് സർക്കുലർ റെസൊല്യൂഷൻ വഴി ചെയ്യാൻ പാടില്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ പഠിച്ചത്. ഇവിടെ പഠിക്കുന്നത് പോസ്റ്റൽ ബാലറ്റ് വഴിയെ ചെയ്യേണ്ടതായിട്ടുള്ള ഐറ്റംസ് ആണ് പഠിക്കുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ദ ഡിഫറൻസ്, അല്ലേ? ഇത് ഒരുപാട് കുട്ടികൾക്ക് അത് ക്ലിക്ക് ആവത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ള കാര്യമാണ്. ഈ മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത്,
ഈ പോസ്റ്റൽ ബാലറ്റിന്റെ കേസിലായാലും സർക്കുലർ റെസൊല്യൂഷന്റെ കേസിലായാലും കുട്ടികളെ ഈ റെസൊല്യൂഷൻ പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കാൻ പോകുന്ന ഈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പാസ്സാക്കാൻ പോകുന്ന ഈ ഐറ്റം തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു EGM ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ഏജും വരുന്നുണ്ടെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കാൻ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആവശ്യമുള്ള ഈ അജണ്ട ആയിട്ട് ആ മീറ്റിങ്ങിൽ വെച്ചും പാസ്സാക്കാം. ലോയുടെ അർത്ഥം മനസ്സിലായില്ലേ? പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കേണ്ട ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിലും ഇത് പോസ്റ്റൽ ബാലറ്റ് വഴിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇഫ് യു ഹാവ് എ ജനറൽ മീറ്റിംഗ് നിയർ ബൈ യു ക്യാൻ പാസ് ദിസ് റെസൊല്യൂഷൻ അറ്റ് എ ജനറൽ മീറ്റിംഗ്. For example, alteration of articles of association. Your company's board want to alter your articles of association. നിങ്ങൾ അതിനെക്കുറിച്ചൊരു പ്ലാനിങ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ തൊട്ടടുത്ത് ഒരു മീറ്റിംഗും ഇല്ല, EGM ഏജും ഇല്ലെങ്കിൽ യെസ് യു നീഡ് നോട്ട് വോണ്ട് ടു കോൾ എ സെപ്പറേറ്റ് EGM ഫോർ ദിസ്. സഞ്ജുവിനും സൗമ്യയ്ക്കും എല്ലാവർക്കും മനസ്സിലാവണമെന്ന് ഉദ്ദേശിക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യേണ്ടത് പോസ്റ്റൽ ബാലറ്റ് വഴിയേ ചെയ്യേണ്ടതാണ്. പക്ഷേ അതിപ്പോൾ നമുക്ക് പാസ്സാക്കണം. അതിനുവേണ്ടി ഒരു EGM വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി? സൗമ്യ എന്ത് ചെയ്താൽ മതി? പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കിയാൽ മതി. പക്ഷേ തൊട്ടടുത്ത് ഒരു EGM ഓ AGM ഉണ്ടെങ്കിൽ ഈ ഐറ്റം എവിടെ വെക്കാം? EGM വെക്കാം. ഇതാണ് എന്റെ പോയിന്റ്. ദിസ് ഈസ് ദ വെരി ക്രിട്ടിക്കൽ പോയിന്റ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. അതേപോലെ തന്നെ സർക്കുലർ റെസൊല്യൂഷൻ. സർക്കുലറിന്റെ കേസിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പെട്ടെന്നൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെറുതെ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. ഇത്രയും കോസ്റ്റും ആൾക്കാരെ മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സർക്കുലർ പാസ്സാക്കിക്കുമെന്നല്ലോ പറയുന്നത്. പക്ഷെ തൊട്ടടുത്തൊരു ബോർഡ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ ആ ബോർഡിൽ കൊണ്ടുവച്ചാൽ പോലും. എന്തിനാണ് വെറുതെ സർക്കുലർ പാസ്സാക്കുന്നത്? പൊതുവെ ഞങ്ങൾ കമ്പനി സെക്രട്ടറിമാർ നമ്മൾ പറയും, ഒരു ബോർഡ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കുലർ പാസ്സാക്കാൻ പാടില്ല. കാരണം ആ സർക്കുലർ ഇപ്പോൾ ധൃതി എന്തിനാണ്? തൊട്ടടുത്ത ബോർഡിൽ കൊണ്ടുവച്ചാൽ പോലും. അപ്പൊ അതുകൊണ്ട് വാട്ട് ഐ മീൻ ടു സേ ഈസ് പോസ്റ്റൽ ബാലറ്റ് വഴിയെ മാൻഡേറ്ററി ആയിട്ട് പാസ്സാക്കണമെന്ന് ലോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കാൻ പോകുന്ന ഐറ്റത്തിനെ നിങ്ങൾക്ക് തൊട്ടടുത്ത് വരുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന നിയർ ബൈയിൽ വരുന്ന ജനറൽ മീറ്റിംഗിലോ AGM-ലോ വെച്ച് പാസ്സാക്കാം. അത് ചെയ്യാൻ പാടില്ല എന്ന് ലോയിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ നാലാമത്തെ ഇന്റർപ്രിട്ടേഷൻ ഒരു പടി മുമ്പോട്ടടിക്കുകയാണ്. പ്ലീസ് ബി വെരി കെയർഫുൾ. പോസ്റ്റൽ ബാലറ്റിന്റെ പ്രത്യേകത എന്താണ്? പോസ്റ്റൽ ബാലറ്റിന്റെ പ്രത്യേകത പോസ്റ്റൽ ബാലറ്റ് വഴി മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസ് പോസ്റ്റൽ ബാലറ്റ് വഴിയേ ചെയ്യാവൂ. പക്ഷെ ജനറൽ മീറ്റിംഗിൽ വെച്ച് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു ജനറൽ മീറ്റിംഗ് അടുത്തില്ലെങ്കിൽ നിങ്ങൾ ഏത് വഴിയേ പാസ്സാക്കാൻ പാടുള്ളൂ? പോസ്റ്റൽ ബാലറ്റ് വഴിയെ മാത്രമേ പാസ്സാക്കാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ മാൻഡേറ്ററി പ്രൊവിഷൻ. അപ്പോൾ സെക്ഷൻ 1110 സ്പീക്സ് അബൌട്ട് സർട്ടൺ അജൻഡ ഐറ്റംസ് which should be passed only at a postal ballot, but if you have a general meeting nearby, you can pass at the general meeting also, where you have an e-voting system. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. e-voting വേണം മാൻഡേറ്ററി ആയിട്ട്. കാരണം ലോയുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇത്തരം ഐറ്റംസ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഐറ്റംസ് മാൻഡേറ്ററി ആയിട്ടുള്ളതും സീരിയസ് ആയിട്ടുള്ളതും ഭയങ്കര എന്താണ് ഷെയർ ഹോൾഡറിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് എല്ലാ ഷെയർ ഹോൾഡറിനും അതറിയാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൽ വോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വേണം എന്നുള്ളത് കൊണ്ടാണ് പോസ്റ്റൽ ബാലറ്റ് ലിസ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ലിസ്റ്റ് മാൻഡേറ്ററി ആക്കി. പക്ഷേ നിങ്ങൾക്ക് തൊട്ടടുത്തൊരു ജനറൽ മീറ്റിംഗ് ഉണ്ട്. ആ ജനറൽ മീറ്റിംഗിൽ വോട്ടിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റത്തിനെ വേണമെങ്കിൽ ആ ജനറൽ മീറ്റിംഗിൽ വയ്ക്കാം. പക്ഷെ അവിടെ എന്ത് വേണം? വോട്ടിംഗ് ഫെസിലിറ്റി വേണം. ഐ തിങ്ക് എല്ലാ അർത്ഥത്തിലും ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞ് പഠിച്ചാൽ മാത്രം മതി. The conceptual difference between postal ballot and circular resolution is, in postal ballot you have around 10 items which should mandatorily pass at a postal ballot route only. പക്ഷെ സർക്കുലർ റെസൊല്യൂഷനിൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല. മറിച്ച് സർക്കുലർ റെസൊല്യൂഷൻ വഴിയെ പാസ്സാക്കാൻ പാടില്ലാത്ത ലിസ്റ്റാണുള്ളത്. അണ്ടർ 179(3) read with section 175. Is clear? Any doubts? Any clarification? സഞ്ജു ക്ലിയർ ആണോ എല്ലാവർക്കും? ബോർഡ് മീറ്റിംഗില് ഇല്ല, പോസ്റ്റൽ ബാലറ്റ് ജനറൽ മീറ്റിംഗിൽ മാത്രമേ പറ്റത്തുള്ളൂ. ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാസ്സാക്കാം, പക്ഷെ അതിൽ വോട്ടിംഗ് ഫെസിലിറ്റി വേണം, അത്രേ ഉള്ളൂ. അതായത് ഇതിന്റെ ഇന്റൻഷൻ, പോസ്റ്റൽ ബാലറ്റ് ഇന്റൻഷൻ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും
ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഈ ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ? പോസ്റ്റൽ ബാലറ്റിലെ ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റൽ ബാലറ്റിൽ മാൻഡേറ്ററി ആയിട്ട് പാസ്സാക്കണം. എന്നാൽ സർക്കുലർ വഴി പാസ്സാക്കാൻ പാടില്ലാത്ത ലിസ്റ്റാണ് ആക്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? സൗമ്യ, ആദ്യത്തെ എല്ലാം ക്ലിയർ ആണല്ലോ? യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കാം. ഇനി പഠിക്കാൻ കമ്പാരിറ്റീവ് എളുപ്പമാണ്. കാരണം അതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, ഈ വോട്ടിങ്ങിന്റെ പ്രൊസീജിയർ ഒരിക്കൽ പഠിച്ച അതേ പാറ്റേണിലാണ് പിന്നെ എന്ത് ചെയ്തിരിക്കുന്നത് പോസ്റ്റൽ ബാലറ്റ്. കാരണം ഇവിടെയും സ്ക്രൂട്ടനൈസർ വേണം, അതെല്ലാം ദ സെയിം തിങ് ആണ്. സോ കമ്പാരിറ്റീവിറ്റി ഈസ് ഈസി. So section 2 clause 65, postal ballot means voting by post or through electronic mode. It includes voting by shareholders by postal electronic mode, including voting personally or for transacting. Okay, instead of voting personally for transacting business in a general meeting. ജനറൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടുമ്പോൾ ജനറൽ മീറ്റിംഗിൽ പോയി അവിടെ പോയി മീറ്റിംഗ് കൂടി നിങ്ങൾ ഒരു റെസൊല്യൂഷൻ വോട്ട് ചെയ്യുന്നതിന് പകരം, വെറുതെ ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പോസ്റ്റൽ വഴിയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ഇലക്ട്രോണിക് വഴിയോ അല്ലെങ്കിൽ മാനുവൽ വഴിയോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിനെ പാസ്സാക്കും. അതാണ് പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചുകൂടി ടിപ്പിക്കലി ഞാൻ ആദ്യം സൗമ്യടിച്ച് വെച്ച ഒരു ഡിസ്കഷൻ അതായത് ഒരു ഐറ്റം മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ആർട്ടിക്കിൾസ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടുക എന്ന് ചാലഞ്ച് നോക്കി. ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലേ? വലിയൊരു ചടങ്ങല്ല ഇത്രയും ഷെയർ ഹോൾഡേഴ്സിന് 21 days നോട്ടീസ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കിക്കോളൂ. മനസ്സിലായി? അപ്പോൾ ഇതാണ് എൻ്റെ ഇൻറ്റൻഷൻ ഓഫ് ലോ. പിന്നെ എഗെയിൻ ഞാൻ വീണ്ടും പറയുന്നു, ഈ നാളൊരു കാലത്ത് ഈ പറഞ്ഞ പോലെ പല കൺസെപ്റ്റ്സും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഒരുപക്ഷെ ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, പക്ഷേ 10 വർഷം കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ എല്ലാ റെസൊല്യൂഷൻസും നമുക്ക് ഈ വോട്ടിംഗ് വഴി ചെയ്യാമെന്നായിരിക്കും വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഡിഫറൻഷിയേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ പോസ്റ്റൽ ബാലറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാ ഷെയർ ഹോൾഡറിൻ്റെയും സാന്നിധ്യം, ഇൻ എ സെൻസ് എവരി ഷെയർ ഹോൾഡർ ഷുഡ് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് ഹിസ് വ്യൂ ത്രൂ ഹിസ് വോട്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ്. കമ്പനി ഷെൽ ട്രാൻസാക്ട് സച്ച് ഐറ്റംസ് ഓഫ് ബിസിനസ് as the central government notify. നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ only by means of postal ballot. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് അല്ലെങ്കിൽ ഐറ്റംസ് ഓഫ് ബിസിനസ് മാൻഡേറ്ററി ആയിട്ടും പോസ്റ്റൽ ബാലറ്റ് വഴി നിങ്ങൾ പാസ്സാക്കാൻ പാടുള്ളൂ. 2 കാര്യങ്ങൾ പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കാൻ പാടില്ല. സോ ദ ഫോളോയിങ് 2 businesses you should not pass through postal ballot. One, which is an ordinary business. ഈ ഓർഡിനറി ബിസിനസ് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, അറിയില്ല. ജനറൽ മീറ്റിംഗ് ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ഓർഡിനറി ബിസിനസ്. നിങ്ങൾക്കറിയാം, അഡോപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, ഡയറക്ടർ അപ്പോയിൻമെന്റ് ആൻഡ് ഓഡിറ്റർ അപ്പോയിൻമെന്റ് ആൻഡ് ഫിക്സിംഗ് ദെയർ റെമ്യൂണറേഷൻ. ഈ 4 ഓർഡിനറി ബിസിനസ്സും ഒരിക്കലും പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കാൻ പാടില്ല. അപ്പോൾ ആ വാതിൽ ആദ്യമേ അടച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ പല കമ്പനികളും ഇല്ലേ സൗമ്യ, എല്ലാവരും പ്രീതി ശരിയല്ലേ? എങ്കിൽ ഇപ്പം നല്ലൊരു ശതമാനം കമ്പനി എന്ത് ചെയ്യത്തില്ല, AGM വിളിക്കത്തില്ല. കാരണം അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ അവിടുത്തെ സർക്കുലേഷൻ്റെ വായിൽ വരുന്നത് പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കി പോയി. അതുകൊണ്ട് അതങ്ങ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓർഡിനറി ബിസിനസ് ഒരിക്കലും തന്നെ പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കാൻ പാടില്ല. 2, any business in respect of its directors or auditors have a right to be heard at any meeting. ഡയറക്ടർമാരുടെയോ ഓഡിറ്റർമാരുടെയോ സാന്നിധ്യം ആവശ്യമുള്ളതും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും അജണ്ട ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ബിസിനസ് നമുക്ക് പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കാൻ പറ്റത്തില്ല. കാരണം പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കുമ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടറും ഓഡിറ്ററും ഒന്നും ഇല്ലല്ലോ, അല്ലേ? മീറ്റിംഗ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ച് ക്വൈറ്റ് കോമൺ സെൻസ് ആണ്. അപ്പോൾ ഡയറക്ടറിൻ്റെയോ ഓഡിറ്ററിൻ്റെയോ സാന്നിധ്യവും അവരുടെ അഭിപ്രായം ചോദിക്കേണ്ട ഏതെങ്കിലും ഐറ്റം ആണെന്നുണ്ടെങ്കിൽ പൊതുവേ അത്തരം ഐറ്റംസ് നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് വഴി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. കാരണം പോസ്റ്റൽ ബാലറ്റ് വഴി ഐറ്റംസ് പാസ്സാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യു വിൽ നോട്ട് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ് ദാറ്റ് മാറ്റർ വിത്ത് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഇനി കുറച്ചുകൂടി വേറെ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർമാരുടെയും ഓഡിറ്റർമാരുടെയും അഭിപ്രായം ചോദിക്കേണ്ടി വരുന്നത് മെയിൻലി ഡയറക്ടർ അപ്പോയിൻമെൻറ്റിൻ്റെ കേസിലും അതുപോലെ തന്നെ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് കേസിലുമാണ്, അല്ലേ? നിങ്ങൾക്കറിയാം, ഓഡിറ്ററിന് നമ്മൾ പറഞ്ഞു, ഓഡിറ്റേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്, സ്റ്റാറ്റ് ഓഡിറ്റേഴ്സിനെയും സെക്കൻഡറി ഓഡിറ്ററിനെയും നിങ്ങൾ ജനറൽ മീറ്റിംഗിൽ വിളിക്കണമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അവർക്ക് ഓഡിറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റ് ലക്സ് അഗെയിൻ ഓൺ ദ ഓർഡിനറി ബിസിനസ്, അല്ലേ? അതെല്ലാം ഓർഡിനറി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ആണ് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. എങ്കിലും ആസ് പെർ ദ ലോ ദ ഓർഡിനറി ബിസിനസ്സും അതുപോലെ തന്നെ ഓഡിറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയും സാന്നിധ്യവും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടി വരേണ്ട ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കാൻ പാടില്ല. ഓക്കെ,
So now you will be eagerly waiting for knowing the items which are to be passed through postal ballot. ഞാൻ അതിലോട്ട് പോകുന്ന മുമ്പ് ഞാൻ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വെർഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവും. നമ്മൾ പോസ്റ്റൽ ബാലറ്റ് പ്രാക്ടിക്കലി എങ്ങനെയാണ് നമ്മൾ നോക്കാം. ഇപ്പം നിങ്ങളൊക്കെ ഈ കമ്പനിയിലെ ഒരു സാങ്കല്പിക കമ്പനികളിൽ ഷെയർ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആദിത്യ നമ്മളെ ഷെയർ ഹോൾഡർ ആണെങ്കിൽ ആദിത്യന് എങ്ങനെയാണ് പോസ്റ്റൽ ബാലറ്റ് കിട്ടുന്നുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. ആയിട്ടും പത്രത്തിലൊക്കെ അവർക്ക് ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ നോട്ടീസ് കൊടുക്കും, പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നു, എല്ലാവർക്കും അയച്ചിട്ടുണ്ട് ഇന്ന ദിവസം പറഞ്ഞിട്ട് പത്രപരസ്യമൊക്കെ കാണും. അല്ലെങ്കിൽ അതുപോലെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിലൊക്കെ പോസ്റ്റൽ ബാലറ്റ് നോട്ടീസൊക്കെ ഇട്ടേക്കും. അപ്പോൾ ആയിട്ടും ആദിത്യ എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ കുറച്ചുകൂടി പത്രം വായിക്കുകയും ഈ പറഞ്ഞ നെറ്റൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഓൾറെഡി തന്നെ അവയർഡ് ആയിരിക്കും. അദ്ദേഹം ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അദ്ദേഹം ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഒരു കമ്പനി പോസ്റ്റൽ ബാലറ്റ് വിളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് നടത്താൻ പോകുന്നുള്ള അറിയാമായിരിക്കാം. അറിയാതിരിക്കുക ചെയ്യാം, ദാറ്റ്സ് ഡിഫറെന്റ്. അപ്പോൾ പോസ്റ്റൽ ബാലറ്റ് പോസ്റ്റൽ റൂട്ട് വഴിയാണെന്ന് വെച്ചാൽ അതാണല്ലോ ഈ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയാൻ കഴിയും. ഇപ്പോഴാണല്ലോ ഈ വോട്ടിംഗ് ഒക്കെ വന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വഴി അയക്കാൻ തോന്നുന്നത്. ഞാൻ പഴയ മാനുവൽ സിസ്റ്റം പറയാം, അപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവും. ആദ്യത്തിനെ സംബന്ധിച്ചോളം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ കൊറിയറിൽ നിന്നോ ഈ പറഞ്ഞൊരു കവർ വരും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചേട്ടോണേ, ഒരു കവർ വരും. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. യു വിൽ ഗെറ്റ് എ കവർ, ഒരു എൻവലപ്പ്, വലിയ ഒരു കവർ വരും. നോക്കുമ്പോൾ ഒരു സ്ക്രൂട്ടനൈസറിന്റെ പേരും അഡ്രസ്സും, ഇപ്പം ഞാനാണ് സ്ക്രൂട്ടനൈസർ എന്ന് വെക്കുക. അപ്പോൾ ഫ്രം എന്ന് പറഞ്ഞ് ബിലു ബാലകൃഷ്ണൻ്റെ കമ്പനി സെക്രട്ടറീസ് ബ്ലാ അഡ്രസ് ട്രിവാൻഡ്രം എന്നായിരിക്കും. മുകളിൽ കമ്പനിയുടെ ലോഗോയൊക്കെ കാണും. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യത്തിന് മനസ്സിലാവും ഇത് ഏതൊരു കമ്പനി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഷെയർ വെച്ചത്. അപ്പോൾ കമ്പനിയുടെ പേര് കാണുമ്പോൾ അറിയാലോ. ഫോർ എക്സാമ്പിൾ വിൽ ടേക്ക് TCS എന്നുള്ള കമ്പനിയുടെ ആണെന്ന് വയ്ക്കുക. അപ്പോൾ കാണുമ്പോഴേ അറിയാം ഞാൻ അവിടുത്തെ ഷെയർ ഹോൾഡറാണെന്ന്. ആദിത്യ അവിടുത്തെ ഷെയർ ഹോൾഡറിന് അറിയാം. ആദ്യത്തെ കവർ പൊട്ടിച്ച് നോക്കുമ്പോൾ, ശ്രദ്ധിച്ച് കേട്ടോണേ, കവർ പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു 2-3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കാണും. ഒന്ന്, ഒരു നോട്ടീസ് ഓഫ് പോസ്റ്റൽ ബാലറ്റ് കാണും. അതായത് സെക്ഷൻ 110 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഒരു പോസ്റ്റൽ ബാലറ്റിൻ്റെ ഒരു നോട്ടീസ് കാണും. അതിൻ്റെ അകത്ത് പറയും, ഡിയർ ഷെയർ ഹോൾഡർ, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ഒരു അജണ്ട ഐറ്റം പോസ്റ്റൽ ബാലറ്റ് വഴി നിങ്ങൾ പാസ്സാക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിതിൽ വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരു വലിയൊരു കഥ കാണും. അതിൻ്റെ കൂടെ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ കാണും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോട്ടത്തിന് ശേഷം ഒരു ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ കാണും. ഇതാണ് പാസ്സാക്കാൻ പോകുന്നത്. ഇത് സ്പെഷ്യൽ ബിസിനസ് ആണെന്ന് അറിയാലോ അല്ലേ, പറയേണ്ട ആവശ്യമില്ല. കാരണം ഓർഡിനറി ബിസിനസ് ഒന്നും തന്നെ പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കാൻ പറ്റത്തില്ല എന്ന് ലോ പറയുമ്പോൾ അതിനർത്ഥം എല്ലാ ഐറ്റംസും പോസ്റ്റൽ ബാലറ്റ് വഴി വരുന്നതെല്ലാം എന്താണ്, സ്പെഷ്യൽ ബിസിനസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് വേണം. സെക്ഷൻ 102 പ്രകാരമുള്ള എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കാണും. ആദ്യത്തെ ഒരു ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ അതിൻ്റെ ആമുഖമൊക്കെ വായിച്ച് നോക്കി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോട്ടൊക്കെ വായിച്ച്, റെസൊല്യൂഷനൊക്കെ വായിച്ച്, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റും കൂടെ വായിച്ച് ഒരു ഐഡിയ കിട്ടുമ്പം, ആദ്യത്തെ ഫോർ എക്സാമ്പിൾ കുറച്ച് ഷെയർ വെച്ചിട്ടുണ്ടെങ്കിൽ 24,000-5,000 ഷെയർ വെച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാനുള്ള അതിൻ്റെ കൂടെ ഒരു ബാലറ്റ് പേപ്പർ കൂടെ കാണും. ഇതാണ് ഒരു ബാലറ്റ് പേപ്പർ, വോട്ട് ചെയ്യാനുള്ള ബാലറ്റ് പേപ്പർ കാണും. അപ്പോൾ ഒരു നോട്ടീസ് കാണും, റെസൊല്യൂഷൻ്റെ കവർ, ഒരു ബാക്ക്ഗ്രൗണ്ട് നോട്ട് കാണും, പ്രപ്പോസ്ഡ് റെസൊല്യൂഷൻ കാണും, അതിനൊരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റും കാണും. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് അതെല്ലാം മടക്കി വെച്ചിട്ട് ആദ്യത്തെ എന്ത് ചെയ്യുന്നു, ആ ബാലറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫോളോ നമ്പറൊക്കെ ഫില്ല് ചെയ്യാൻ കാണും. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പ്രീ ഫിൽഡ് ആയിരിക്കും കാണും. അവിടെ വെദർ യു കൺസെൻറ്റ് ടു ദിസ് റെസൊല്യൂഷൻ പെട്ടിയും വെദർ യു ആർ നോട്ട് കൺസെൻറ്റ് ടു ദിസ് പെട്ടിയും 2 പെട്ടി കാണും. ഫേവറബിൾ ആയിട്ട് വോട്ട് ചെയ്യാനാണ് ആദ്യത്തെ തീരുമാനമെങ്കിൽ ഫേവറബിൾ ആയിട്ട് വോട്ട് ചെയ്യുന്നത് ടിക്ക് അടിക്കും. ആ ബോക്സ് ടിക്ക് അടിച്ചിട്ട് ഇനിഷ്യൽ ചെയ്യാനോ എന്തെങ്കിലും സൈൻ കാണുന്നുണ്ടെങ്കിൽ സൈനും ചെയ്യാം. അപ്പം ഇപ്പം എന്ത് ചെയ്തു, ആദ്യത്തെ പോസ്റ്റൽ ബാലറ്റ് ഇട്ടു, വോട്ട് ചെയ്തു. ഇനി ഇത് കമ്പനിക്ക് തിരിച്ചു കിട്ടണ്ടേ, കമ്പനിയല്ലല്ലോ ഇത് തിരിച്ചു കിട്ടണ്ടേ. അപ്പം എന്ത് ചെയ്യുന്നു, ഇതിനെ അതിൽ കാണും എങ്ങനെ മടക്കണമെന്നത് കാണും. നമ്മൾ സാധാരണ ഇലക്ഷനിൽ വോട്ട് ചെയ്തത് അതുപോലെ അങ്ങനെ ആദ്യത്തെ അതിനെ മടക്കുന്നു. വന്ന കവറുണ്ടല്ലോ, മൊത്തം വന്നില്ലേ കവർ പോസ്റ്റൽ, അതിൻ്റെ അകത്ത് വേറൊരു കവർ കാണും. സ്റ്റാമ്പ് ഒട്ടിച്ച സീലായിരിക്കും പറയാലോ, സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കവർ കാണും. ആ കവർ നോക്കുമ്പോൾ 2 അഡ്രസ് ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബിലു ബാലകൃഷ്ണൻ കോ കമ്പനി സെക്രട്ടറീസ് എൻ്റെ അഡ്രസ്സായി, കാരണം ഞാനാണ് ഇതിൻ്റെ സ്ക്രൂട്ടനൈസർ. അപ്പോൾ ആദ്യത്തെ ഒന്നും ചെയ്യേണ്ട, ആദ്യത്തെ ആ കവർ എടുത്തിട്ട് ഇപ്പം വോട്ട് ചെയ്തില്ലേ ബാലറ്റ് പേപ്പർ, ആ പേപ്പർ അതിൻ്റെ അകത്തോട്ട് കുത്തി കയറ്റി അതിനെ എന്താണ് ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ച്
പോസ്റ്റലിൽ കൊണ്ടിട്ടാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ വോട്ടിംഗ് പ്രോസസ്സിൻ്റെ സ്ക്രൂട്ടനൈസറാണ്, ഞാനാണ് അതെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് റിപ്പോർട്ട് കമ്പനിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ കവറിൻ്റെ അകത്ത് എന്തൊക്കെ കാണും, വരുന്ന കവറിൻ്റെ അകത്ത് എന്തൊക്കെ കാണാം? ഒരു നോട്ടീസ് ഓഫ് പോസ്റ്റൽ ബാലറ്റ് കാണും, ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ കാണും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോട്ട് കാണും, ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കാണും, പിന്നെ ഒരു പ്രീ ഫിൽഡ് ആയിട്ടൊരു കവറും കാണും, സ്റ്റാമ്പ് ഒട്ടിച്ച പ്രീ ഫിൽഡ് ആയിട്ടൊരു കവറും കാണും. എന്തിനാണ്? ഈ ബാലറ്റ്, അതിൻ്റെ കൂടെ ഒരു ബാലറ്റ് പേപ്പർ ഇല്ല, ആ ബാലറ്റ് പേപ്പർ തിരിച്ച് എനിക്ക് അയക്കാനായിട്ട്, അത് ഇങ്ങോട്ട് അയക്കാനായിട്ടുള്ള കാര്യം. ഇതിനെയാണ് നമ്മൾ പോസ്റ്റൽ ബാലറ്റ് പ്രോസസ് എന്നുള്ളത്. ആദ്യത്തെ ഇത് കൈ കിട്ടി 30 ദിവസത്തിനകത്ത് എന്ത് ചെയ്തിരിക്കണം, നമ്മൾക്ക് ഇത് തിരിച്ചയച്ചു തന്നിരിക്കണം. 30 ദിവസം കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ആ വോട്ട് ഇൻവാലിഡായി. പക്ഷേ ഇത് നമ്മൾ പൊതുവെ കമ്പനിക്ക് അയച്ചു കൊടുക്കാറില്ല. ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്? സ്ക്രൂട്ടനൈസറിന് അയച്ചു കൊടുത്തു. സ്ക്രൂട്ടനൈസർ ഇനി എന്ത് ചെയ്യുന്നു പറയാം. സ്ക്രൂട്ടനൈസറിനെ സംബന്ധിച്ചോളം ഇങ്ങനെ നാലാദശത്തിൽ നിന്നും അല്ലെ, പല സ്ഥലങ്ങളിൽ നിന്നും പല ഷെയർ ഹോൾഡേഴ്സും, അതുകൊണ്ട് തന്നെ എൻ്റെ കമ്പനിയുടെ ലോഗോ ഇങ്ങോട്ട് കാണാം, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞോളല്ലോ ഏത് കമ്പനിയുടെ പോസ്റ്റ് ബാലറ്റാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ സ്റ്റാഫ് കാണും, ഇതെല്ലാം കിട്ടിയതെല്ലാം രജിസ്റ്ററിൽ എൻ്റർ ചെയ്യും. ഓരോ ഷെയർ ഹോൾഡറിന് കിട്ടിയ ഡേറ്റ് വെച്ച് എൻ്റർ ചെയ്ത് ആ കട്ട് ഓഫ് ഡേറ്റ് കഴിയുമ്പോൾ 30 ദിവസം കഴിയുമ്പോൾ ഞാനും എൻ്റെ കുട്ടികളും, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫും എൻ്റെ ട്രെയിനീസും എല്ലാവരും കൂടെ നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് രഹസ്യ സ്വഭാവത്തിൽ ഇതെല്ലാം കവർ പൊട്ടിക്കും. പൊട്ടിക്കാനത്ത് ബാലറ്റ് പേപ്പർ മാത്രമല്ല, അങ്ങനെ എല്ലാ ബാലറ്റ് പേപ്പർ അടുക്കി ചിട്ടപ്പെടുത്തി ഒരു രജിസ്റ്ററിലെ ഇപ്പോൾ എക്സൽ ഷീറ്റിൽ അങ്ങനെ അടിച്ചിട്ട് ഓരോരുത്തരുടെ, ഇപ്പോൾ സൗമ്യയുണ്ട്, പ്രദീപുണ്ട്, എല്ലാവരും ഷെയർ, പ്രദീപ്, ഗായത്രി, നന്ദന, സഞ്ജു, എല്ലാവരും ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ എല്ലാവരുടെ പേരും അവിടെ പ്രീ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരുടെയും പെർസെൻറ്റേജ് ഓഫ് ഷെയർ എഴുതി, അവർ പോസിറ്റീവായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, നെഗറ്റീവായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് മാർക്ക് ചെയ്തിട്ട് ഇതെല്ലാം കൂട്ടി നോക്കി, ഓർഡിനറി റെസൊല്യൂഷൻ ആണെങ്കിൽ 55% വോട്ടിംഗ് ഉണ്ടോ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിൽ 70% വോട്ടിംഗ് ഉണ്ടോ എന്നുള്ളൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഞാൻ ഇതെല്ലാം ഒപ്പിട്ട്, ഞാൻ വിലു ബാലകൃഷ്ണൻ സീലൊക്കെ അടിച്ച് ഒപ്പിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ഉണ്ടാക്കി കമ്പനിയുടെ ചെയർമാന് കൊടുക്കും. 7 ദിവസത്തിനകത്ത്, 30 ദിവസം കഴിഞ്ഞ് 7 ദിവസത്തിനകത്ത് ഞാൻ കമ്പനിക്ക് എന്ത് കൊടുക്കുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു. എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ എൻ്റെ ഫീസ് മേടിക്കുന്നു. ക്ലിയർ ആയോ പ്രൊസീജിയർ? ക്ലിയർ? ഓ, കമ്പനിയുടെ പേരാണോ സ്ക്രൂട്ടനൈസറിന്റെ പേരാ. കമ്പനി ഇതിൽ ഇടപെടാൻ പാടില്ല, കമ്പനി ഇടപെടാൻ പാടില്ല. അതിനാണ് സ്ക്രൂട്ടനൈസറിനെ വെക്കുന്നത്. കമ്പനി ഇത് പിടിച്ചു നോക്കിയ പ്രശ്നമല്ല, അയാൾ അവർ തിരുമുറ എടുത്തത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രൂട്ടനൈസറിനെ വെക്കുന്നത്. ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ വെച്ചാണ്. ഈ വോട്ടിംഗ് പോലെ തന്നെയാണ്, ഈ വോട്ടിംഗ് നമ്മളൊന്നും പഠിച്ചില്ലേ, കമ്പനി ഇടപെടാറില്ല, കമ്പനിയുടെ ആൾക്കാരൊന്നും ഇടപെടാറില്ല. അതുപോലെ തന്നെ ഇവിടെ ടു അഡ്രസ്സ് പ്രീ ഫിൽഡ് ആയിട്ട് സ്ക്രൂട്ടനൈസറിന്റെ പേരായിരിക്കും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രൂട്ടനൈസറുടെ ഓഫീസിലാണ് ഇതെല്ലാം പോകുന്നത്. ഞാനിത് സ്ക്രൂട്ടനൈസർ ഇതെല്ലാം പൊട്ടിച്ച് നോക്കി, ഇതെല്ലാം കഴിഞ്ഞ് കാൽക്കുലേഷൻ കഴിഞ്ഞ് റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് കമ്പനി കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? സഞ്ജു ക്ലിയർ? എല്ലാവരും ക്ലിയർ ആണോ? അപ്പോൾ ഇതൊരു പ്രാക്ടിക്കലായിട്ട് വിഷ്വലൈസ് ചെയ്യണം. ഇപ്പം എൻ്റെ ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് മാനുവൽ സിസ്റ്റത്തിലാണ്. ഇതേ സംഭവം ഇപ്പോൾ ഇമെയിൽ വഴിയാണ് വരുന്നത്. കാരണം എന്താണ്, എൻ്റെ ഇമെയിൽ ഐ ഡി തുറന്നാൽ അറിയാം, പോസ്റ്റൽ ബാലറ്റ് കാണാൻ പറ്റും, അതിൻ്റെ അകത്ത് ഇങ്ങനെ വരും, മനസ്സിലായില്ല? അപ്പോൾ അത് എന്താണ്, അത് ഒരു വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ പോസ്റ്റൽ ബാലറ്റ് നടക്കും. ചെറിയ നമ്മളെപ്പോലെ സാധാ ഷെയർ, ഇത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമേ വളരെ സീരിയസ് ആയിട്ടൊക്കെ എടുത്ത് വോട്ട് ചെയ്യാറുള്ളൂ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പൊതുവെ നോക്കാറില്ലെങ്കിലും ഞാൻ ഇപ്പം പറഞ്ഞ ഈ കവർ സിസ്റ്റം, അതായത് നമ്മൾ പോസ്റ്റൽ വരുന്നത് ഇപ്പം എല്ലാം ഇമെയിൽ വഴിയാണ്. എല്ലാം PDF അറ്റാച്ച്മെൻറ്റ് കാണും. അറ്റാച്ച്മെൻറ്റ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫില്ല് ചെയ്ത് തിരിച്ചയക്കും. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതാണ് പോസ്റ്റൽ ബാലറ്റ്. വീണ്ടും പറയുന്നു, കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 110 റൂളിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് മാൻഡേറ്ററി ആയിട്ടും പോസ്റ്റൽ ബാലറ്റ് വഴിയെ പാസ്സാക്കാൻ പാടുള്ളൂ ഐറ്റംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൂൾ 22 കമ്പനീസ് MA റൂൾസ് 2014. കമ്പനീസ് MA റൂൾസ് എന്ന് വെച്ചാൽ കമ്പനീസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റൂൾസ് 2014. ഞാൻ MNന്റെ റൂൾസ് എന്ന് വായിക്കാത്തത്, MND എന്ന് വെച്ചാൽ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് എന്നാണ് പൊതുവെ നമ്മളെ ഫീൽഡിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ഫോം, ഞാൻ ഒരിക്കലും MND എന്ന് വായിക്കാറില്ല. ഈ റൂളിൽ കമ്പനീസ് MA റൂൾസിനെ വായിക്കാറുള്ളൂ. MA എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റൂൾസ് 2014. റൂൾ 22 പ്രകാരം ഈ ലിസ്റ്റ് എല്ലാ കുട്ടികളും മനസ്സിൽ പഠിച്ചു വെച്ചേക്കണം. 1. ഓൾട്ടറേഷൻ ഓഫ് ഓബ്ജക്റ്റ് ക്ലോസ് ഓഫ് മെമ്മറാണ്ടം. കമ്പനിയുടെ ഓബ്ജക്റ്റ് ക്ലോസ് മെമ്മറാണ്ടത്തിലെ ഒബ്ജക്റ്റീവ് ക്ലോസ് ഓൾട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റൽ ബാലറ്റ് വഴി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ പാസ്സാക്കാൻ പാടുള്ളൂ. അഥവാ അല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തത് EGM വോട്ടിംഗ് വഴിയുള്ളടത്ത് ചെയ്യാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. 2. ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ.
അപ്പോൾ ഇതിന് ഐറ്റങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഇതിലെല്ലാം എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും താല്പര്യം എന്താണെന്നും എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അഭിപ്രായം നമ്മൾ അറിയണം. അതുകൊണ്ടാണ് കുട്ടികളെ ഇത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അജണ്ട ഐറ്റത്തിന് പോസ്റ്റൽ ബാലറ്റ് വയ്ക്കാൻ കാര്യം. ഇത് മീറ്റിങ്ങിൽ മാത്രം വച്ചിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പലരും മീറ്റിങ്ങിൽ പോകത്തില്ല, പലരും അറിയത്തോരുമില്ല. ഇത്തരം ഡിസ്കഷനിൽ പല ഷെയർ ഹോൾഡേഴ്സും പങ്കാളികളാവത്തില്ല. അതുകൊണ്ടാണ് കുട്ടികളെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരം നിർണായകമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് പോസ്റ്റൽ ബാലറ്റ് വയ്ക്കാൻ കാര്യം. 3, ചേഞ്ച് ഇൻ പ്ലേസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഔട്ട്സൈഡ് ദ ലിമിറ്റ് ഓഫ് ദ സിറ്റി. ഇതൊക്കെ നമ്മൾ പാർട്ട് എയിൽ വളരെ എലോബറേറ്റഡ് ഡിസ്കസ് ചെയ്യും. എങ്കിലും കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റിയിൽ നിന്ന് മാറ്റി വേറെ സിറ്റിയിലോട്ട് മാറ്റുകയാണെങ്കിലും പോസ്റ്റൽ ബാലറ്റ് യൂസ് ചെയ്യണം. ചേഞ്ച് ഇൻ ഓബ്ജക്ട്സ് ഫോർ വിച്ച് കമ്പനി ഹാസ് റേസ്ഡ് മണി ഫ്രം പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ് വഴി ജനങ്ങളിൽ നിന്ന് പബ്ലിക് ഇഷ്യൂ നടത്തി പൈസ നമ്മൾ പിരിച്ചതിന് ശേഷം അത് വേറൊരു ഒബ്ജക്റ്റിന് വേണ്ടിയാണ്, പ്രോസ്പെക്റ്റിൽ പറഞ്ഞിട്ടുള്ളതല്ലാത്ത വേറൊരു ഒബ്ജക്റ്റീവിന് വേണ്ടിയാണ് നിങ്ങൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനും നിങ്ങൾ എല്ലാ ഷെയർ ഹോൾഡറിനെ അപ്രൂവൽ എടുക്കണം. അതിനുവേണ്ടി പോസ്റ്റൽ ബാലറ്റ് യൂസ് ചെയ്യണം. ഇഷ്യൂ ഓഫ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്, ഇതെല്ലാം പാർട്ട് എയിൽ വരുന്ന കാര്യങ്ങളാണ്, നമുക്കപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യാം. എങ്കിലും പറഞ്ഞ് DBR എന്ന് പറയും, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് യൂസ് ചെയ്യണം. വേരിയേഷൻ ഓഫ് ക്ലാസ് റൈറ്റ്സ് പോസ്റ്റൽ ബാലറ്റ് യൂസ് ചെയ്യണം. ബൈബാക്ക് ഓഫ് ഷെയർസ് പോസ്റ്റൽ ബാലറ്റ് യൂസ് ചെയ്യുന്നത് എല്ലാം പാർട്ട് എയിൽ വരുന്ന, ഇനി പാർട്ട് ബിയിൽ വരുന്ന കാര്യങ്ങൾ ഇതാ വരുന്നുണ്ട്, അടുത്ത 3. എലക്ഷൻ ഓഫ് SSD, നിങ്ങൾക്കറിയാം 151 സെക്ഷൻ എലക്ഷൻ ഓഫ് SSD. അതിന് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് യൂസ് ചെയ്യണം. സെയിൽ ഓഫ് ഹോൾ ഓർ സബ്സ്റ്റാൻഷ്യലി ദ ഹോൾ ഓഫ് അണ്ടർടേക്കിംഗ് ഓഫ് ദ കമ്പനി. സൗമ്യ സെക്ഷൻ ഏതാ? സെയിൽ ഓഫ് ഹോൾ ഓർ സബ്സ്റ്റാൻഷ്യലി ദ ഹോൾ ഓഫ് അണ്ടർടേക്കിംഗ്. Section 180. 181A അല്ലേ? 181A. ഗുഡ്. അടുത്ത ഗീവിംഗ് ലോൺ ഓർ എക്സ്റ്റെൻഡിങ് ഗ്യാരണ്ടി എക്സീഡിങ് 60% ആണ്. ഇന്റർ കോർപ്പറേറ്റ് ലോൺ സെക്ഷൻ എത്രയാ സൗമ്യ? 186. വെരി ഗുഡ്. അപ്പോൾ കണ്ടോ നമ്മളെ 3 ഏരിയ അവിടെ ഉണ്ട്. സെക്ഷൻ 151 ഉണ്ട്, 180 ഉണ്ട്, അതുപോലെ തന്നെ 180s ഉണ്ട് ലിമിറ്റിന് മുകളിൽ കൊടുക്കുമ്പോൾ. അപ്പോൾ കണ്ടോ ഈ അജണ്ട ഐറ്റംസ് കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യാപകമായ ഇമ്പാക്റ്റ് ഉള്ള, എല്ലാ ഷെയർ ഹോൾഡേഴ്സും അറിയേണ്ടതായിട്ടുള്ള, എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും അഭിപ്രായം ആരായനായിട്ടുള്ള ഒരു അജണ്ട ഐറ്റംസ് ആയതുകൊണ്ടാണ് കുട്ടികളെ ഇത്തരം ഐറ്റംസിന് പോസ്റ്റൽ ബാലറ്റ് പറഞ്ഞിരിക്കാൻ കാര്യം. ഐറ്റംസ് ഒന്നുകൂടി ലിസ്റ്റ് ചെയ്യാം സാറ്. ആൾട്ടറേഷൻ ഓഫ് ഓബ്ജക്ട് ക്ലാസ് ഓഫ് MOA, ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, change of place of registered office outside city limit, change in the object of IPO proceeds, issue of share with DVR, variation of class rights, buyback of securities, election of SSD, sale or whole of substantially whole of the undertaking of the company, give intercorporate loan above the statutory limit. ഇത് എല്ലാ കുട്ടികളും ഞാൻ പഠിച്ച് പറയിപ്പിക്കുന്നില്ല, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞില്ല. ഇപ്പം എല്ലാവരും കുറച്ചുകൂടി പഠിക്കാനൊക്കെ അറിയാമെന്നുള്ള കുട്ടികൾ, അതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിരുത്തി പഠിക്കണം. എപ്പോഴും പോസ്റ്റൽ ബാലറ്റ് ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം വരാറുണ്ട്. ഈ വോട്ടിംഗ് പോസ്റ്റൽ ബാലറ്റ് പൊതുവെ ഇതൊക്കെ കുറച്ച് ഇൻട്രിഗസീസ് ഏരിയസ് ആണ്. നോർമലി കുട്ടികൾ, ഞാൻ പറയാം കൺസെപ്ച്വലി പോലും ഒരുപാട് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല. കാരണം ഒരു സൈഡിൽ നിങ്ങൾ തന്നെ ആലോചിക്കും, ഈ ഷോ ഓഫ് കാൻസ് കിടപ്പുണ്ട്, ബോൾ കിടപ്പുണ്ട്, ഈ വോട്ടിംഗ് കിടപ്പുണ്ട്, പോസ്റ്റൽ ബാലറ്റ്, ഇതെല്ലാം കൂടെ ആവർത്തനങ്ങളാവും. എല്ലായിടത്തും സ്ക്രൂട്ടനൈസറുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പൊതുവെ കുട്ടികൾ പൊതുവെ ഷാർപ്പല്ല. പക്ഷേ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ ആ ലിസ്റ്റ് തറവായിട്ട് പഠിക്കുക. പിന്നെ മറക്കരുത്, ഓർഡിനറി ബിസിനസ് ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്, നമ്മൾ പോസ്റ്റൽ ബാലറ്റ് വഴിയെ സർക്കുലേറ്റ് ചെയ്യാൻ പാടില്ല, അത് അനുവദിക്കുന്നതല്ല. ഓർഡിനറി ബിസിനസ് ഈസ് ഓൾവേസ് റിസർവ്ഡ് ഫോർ AGM. ഓക്കെ, അടുത്ത പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കണ്ടോ. എനി ഐറ്റം ഓഫ് ബിസിനസ് സ്റ്റേറ്റഡ് അബോവ് ക്യാൻ ബി ട്രാൻസാക്റ്റഡ് അറ്റ് ജനറൽ മീറ്റിംഗ് വെയർ ദർ ഇസ് എ ഫെസിലിറ്റി ഓഫ് വോട്ടിംഗ്. വോട്ടിംഗ് ഫെസിലിറ്റി ഉള്ള ജനറൽ മീറ്റിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസ് പാസ്സാക്കാം. അല്ലാതെ പക്ഷം ഒരിക്കലും ഇത് വേറൊരു മീറ്റിംഗിൽ ചർച്ച ചെയ്യാൻ പാടില്ല, മീറ്റിംഗിൽ ചർച്ച ചെയ്യാനേ പാടില്ല. അതിനെക്കാട്ടിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനെക്കാട്ടിലും ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന വേറെ രീതിയിലാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എലക്ഷൻ ഓഫ് SSD. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഒരു സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടറിനെ എലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യണം. ഈ ഒരു ബൈബാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസ് ഏതെങ്കിലും ഒരു ഐറ്റം, ഒരു ഐറ്റമേ ഉള്ളൂ. ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് കാണും അല്ലേ, എത്ര തൗസൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഐറ്റം പാസ്സാക്കാനായിട്ട് നിങ്ങൾ ഒരു EGM വിളിച്ച് ഇത്രയും ഷെയർ ഹോൾഡേഴ്സിനെ വിളിച്ച് വലിയൊരു ചടങ്ങ് നടത്തേണ്ട ആവശ്യമുണ്ടോ? യു ഗോ ഫോർ എ പോസ്റ്റൽ ബാലറ്റ്.
അതാണ് ലോയുടെ ഇന്റൻഷൻ. സോ ദാറ്റ് പോസ്റ്റൽ ബാലറ്റ്, every shareholder will get the notice and every shareholder is get an equal opportunity to cast his vote, cost effective. ഓൺലൈനാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. മറ്റതുപോലെ കവർ ഒട്ടിച്ച് എന്താണ് പോസ്റ്റ് ഓഫീസിൽ പോയി അയക്കേണ്ട മെനക്കേട് പോലും ഇല്ല. എല്ലാം കൂടെ ഒരു ക്ലിക്ക് അടിച്ച് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പരിപാടി കഴിയും അല്ലേ. അപ്പോൾ എന്ത് ക്വിക്കാണ് നോക്കുന്ന കാര്യങ്ങൾ അല്ലേ. So we want democracy, shareholders democracy is very important. So shareholders will get an opportunity to know that these type of serious agenda items is being discussed at the company, and they will get an opportunity to cast their views. Okay. And postal ballot is exempted to two types of company, OPC and companies having members up to 200. അറിയാലോ, ഒബ്വിയസ്ലി 200 മെമ്പറിന് താഴെയുള്ള കമ്പനി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഇറ്റ്സ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, മോസ്റ്റ്ലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. സോ പോസ്റ്റൽ ബാലറ്റ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞ സെക്ഷൻ 110 ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു OPC ആൻഡ് ഫോർ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഇംപ്ലൈഡ്ലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ബട്ട് ദ ലോ സേസ് members up to 200 only. Okay. Now procedures, most of the procedures we had already discussed in e-voting. I don't want to go there, so I have skipped certain things. Only area is regarding to scrutinizer. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നട്ട്സലായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോവാം. ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ലോട്ട് ഓഫ് എഫേർട്ട് ഹിയർ. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാം 1-2 പോയിന്റ്സ്. സ്ക്രൂട്ടനൈസർ ഈസ് അപ്പോയിൻമെന്റ് ഓഫ് സ്ക്രൂട്ടനൈസർ ഈസ് മാൻഡേറ്ററി. The entire process of postal ballot is being monitored by the scrutinizer, who is a professional, who is either a practicing company secretary or a practicing chartered accountant or a practicing cost accountant or a advocate or a person of repute like a professor or a some academicians or so who have some experience. But mind you, ഇവരാരും തന്നെ കമ്പനിയുടെ എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാരായിരിക്കാൻ പാടില്ല. ഐ ബി ഹാപ്പി ദാറ്റ് they have no relation, especially pecking relationship with the company. Independent professional. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ അറൗണ്ട് 70-75% ഓഫ് കമ്പനീസും പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിമാരാണ് എൻഗേജ് ചെയ്യുന്നത് ഈ സ്ക്രൂട്ടനൈസർ കാര്യങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് കമ്പനി സെക്രട്ടറീസ് ഹാസ് ടു ബി വെരി thorough with the procedure. ആൻഡ് ഐ തിങ്ക് യു വിൽ അപ്രീഷിയേറ്റ്. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സായിട്ട് വോട്ടിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വളരെ പണ്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മെയിനായി AGM EGM ക്ലിയർ നോട്ടീസൊക്കെ പഠിപ്പിച്ച് കോറം പ്രോക്സി ചേർന്ന് അതിലേക്ക് പോകത്തില്ല. ഇങ്ങോട്ടൊന്നും പൊതുവേ നമ്മൾ പഠിപ്പിക്കത്തില്ല, പഠിക്കത്തില്ല കുട്ടികൾ. കാരണം പക്ഷെ ഇപ്പോൾ അതല്ല, ഇപ്പം നമ്മുടെ ഏരിയ സ്കോപ്പ് കിടക്കുന്ന ഇവിടെയാണ്, മനസ്സിലായില്ല. കാരണം സ്ക്രൂട്ടനൈസറായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾക്കൊരു 25-30 ക്ലയൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു 20 കമ്പനി, 2 പോസ്റ്റൽ ബാലറ്റും ഇടയ്ക്കിടയ്ക്ക് 2 EGM ഒരു ഈ വോട്ടിംഗ് ഒക്കെ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. യു ഗെറ്റ് ലോട്ട് ഓഫ് എന്താ സ്കോപ്പ് എന്ന് ആലോചിച്ച് നോക്കി അല്ലേ. യുവർ ഓഫീസ് വിൽ ബി ഫുൾ ഓഫ് വർക്ക് ആൻഡ് ഓഫ് കോഴ്സ് റെമ്യൂണറേറ്റീവ് ഓൾസോ, ബിക്കോസ് ഒരുപാട് യൂഷ്വലി ഷെയർ ഹോൾഡേഴ്സിൻ്റെ നമ്പർ അനുസരിച്ചാണ് പൊതുവേ വി യൂസ് ടു ചാർജ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് കാസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓൾസോ. ഇറ്റ് ഇസ് നോട്ട് ഓൺലി ദ അതോറിറ്റി ആസ്പെക്ട് ബട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓൾസോ ഈസ് വെരി ഹൈ. സോ അഗെയിൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. And mind you, this professionals who are going to appoint should not be under the employment of the company. And scrutinizer and assistance illada pattathilla, because idoru clerical jobs korchu koodalanu. So the law allows you to appoint 1 or 2 persons as your assistants, and that assistant should be in the employment of the company or your client. Okay, and scrutinizer should give his consent to act as a scrutinizer. And coming to report, as I told, the report of the scrutinizer, that is how many votes cast in favor, how many votes cast against. I think നമ്മൾ ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ വോട്ടിങ്ങിൽ നമ്മളൊരു റിപ്പോർട്ട് എടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫോസിസ് ടെക്നോളജീസിൻ്റെ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ഫേം കൊടുത്ത ഒരു റിപ്പോർട്ട് നമ്മളിവിടെ സ്ക്രീനിൽ കാണിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എത്ര പേര് വോട്ട് ചെയ്തു, എത്ര ഷെയറാണ് അവർക്കുള്ളത്, എത്ര പേര് എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു, എത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടി. ഇങ്ങനെ ഒരു ടാബുലേഷനാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ആൻഡ് വിൽ പുട്ട് സം ഡിസ്ക്ലെയിമർ ഓൾസോ ഒബ്വിയസ്ലി. അതാണ് സ്ക്രൂട്ടനൈസിംഗ് റിപ്പോർട്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി വി വിൽ സീൽ ഇറ്റ് ആൻഡ് സൈൻ ഇറ്റ് വിത്ത് അവർ മെമ്പർഷിപ്പ് നമ്പർ ആൻഡ് യൂണിക് ഐഡൻറ്റിറ്റി നമ്പർ ഓഫ് ദ document, and we will submit that to the company. Preservation of postal ballot, ഇതിൻ്റെ റിസൾട്ട് ചെയർമാൻ അനൗൺസ് ചെയ്ത് ചെയർമാൻ ഇതിൻ്റെ റിസൾട്ട് മീറ്റിങ്ങിൽ മിനിറ്റ്സിൽ എഴുതുന്നവർ, കാരണം റെസൊല്യൂഷൻ മിനിറ്റ്സിൽ വരണമല്ലോ അടുത്ത മീറ്റിങ്ങിൻ്റെ. അങ്ങനെ മിനിറ്റ്സിലാവുന്നവരെ ഇത്തരം ഡോക്യുമെൻസും ബാലറ്റ് പേപ്പറെല്ലാം PCS, അതായത് ഉദ്ദേശിച്ചത് സ്ക്രൂട്ടനൈസർ കയ്യിൽ വെച്ചേക്കും, സേഫ് കസ്റ്റഡിയിൽ വെച്ചേക്കും.
ആൻഡ് റിസൾട്ട് ഫൈനലൈസ് ചെയ്ത് ആ റെസൊല്യൂഷൻ മിനിറ്റ്സ് ബുക്കിൽ വരുമ്പോൾ നമ്മളെല്ലാം തിരിച്ചു കൊടുക്കും. ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് നമ്മളല്ല ഡിക്ലെയർ ചെയ്യുന്നത്, നമ്മളൊരു കൺസൾട്ടൻ്റ് ആണെന്ന് മറക്കരുത്. വി ആർ ഓൺലി എ സ്ക്രൂട്ടനൈസർ. നിങ്ങൾ ആ വാക്കുണ്ട്, സ്ക്രൂട്ടനൈസ് ചെയ്യലാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ ചെയർമാൻ ഒന്നുമല്ല ആ മീറ്റിങ്ങിൻ്റെ. സോ ഇത് നമ്മൾ റിപ്പോർട്ട് മാത്രമേ കമ്പനിക്ക് കൈമാറത്തുള്ളൂ. ഇറ്റ്സ് ദ കമ്പനീസ് ചെയർമാൻ which has to declare the result, that is the resolution. For example, alteration of articles of association resolution has been passed by 78% of shareholders. എന്ന് ചെയർമാൻ വേണോ ഡിക്ലെയർ ചെയ്യാൻ, ആൻഡ് ദാറ്റ് ഈസ് ഡിക്ലെയർഡ് ത്രൂ along with the scrutinizer's report, and this result is published in the website of the company. കമ്പനിയുടെ വെബ്സൈറ്റിൽ ലിങ്ക് കാണും. നിങ്ങൾ ഏത് ലിസ്റ്റഡ് കമ്പനിയുടെ വെബ്സൈറ്റ് എടുത്താലും ഇൻവെസ്റ്റർ പേജ് എടുക്കുമ്പോൾ റിസൾട്ട് ഓഫ് പോസ്റ്റൽ ബാലറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്കുകൾ ഇങ്ങനെ കാണും. അത് ക്ലിക്ക് ചെയ്താൽ യു വിൽ സീ ദ റിസൾട്ട് ഓഫ് ഡിക്ലെയർഡ് ബൈ ദ ചെയർമാൻ, ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ ദ സ്ക്രൂട്ടനൈസേഴ്സ് റിപ്പോർട്ട്. യു ക്യാൻ ഡു സം ഹോംവർക്ക് സോ ദാറ്റ് യു ക്യാൻ സീ ഇറ്റ് ലൈവ്ലി. യെസ്, പോസ്റ്റൽ ബാലറ്റ് എപ്പോൾ ഇൻവാലിഡ് ആവും എന്നുള്ളതാണ്, അത് കുറച്ച് കോമൺ പോയിന്റ് ആണ്. ഒന്ന്, ഇത് പോസ്റ്റൽ ബാലറ്റ് ഫോം ഓൾറെഡി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ അല്ലാതെ നിങ്ങൾ തന്നെ ഒരു A4 സൈസിൽ എഴുതി ഉണ്ടാക്കിയാവൊന്നും വർക്കൗട്ട് ആവത്തില്ല. നമ്മൾ കമ്പനിയിൽ നിന്നും, അതായത് സ്ക്രൂട്ടനൈസർ അയച്ചു തരുന്ന അതേ ഫോമിലായിരിക്കണം, ബാലറ്റിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ടിക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ഇൻഡു അടിക്കുകയോ ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ, ചില ആൾക്കാരുണ്ടല്ലോ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്ത് വലിയ ഫോർമാറ്റൊക്കെ ഉണ്ടാകും. വിൽ നത്തിങ് ഡു, ആൻഡ് ഇഫ് യു ഡു സോ ഇറ്റ് വിൽ ദെൻ ദ വോട്ട് വിൽ ബിക്കം ഇൻവാലിഡ്. പോയിന്റ് നമ്പർ 2, യു ഹാവ് ടു സൈൻ മാൻഡേറ്ററിലി. നിങ്ങളാണ് പോസ്റ്റൽ ബാലറ്റ് തരുന്നത്, നമുക്ക് ഉറപ്പ് വേണ്ടേ. അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയി പോകും. 3, നിങ്ങളുടെ സിഗ്നേച്ചർ, ഇവിടെ സ്ക്രൂട്ടനൈസർ സ്പെസിമെൻ സിഗ്നേച്ചർ തന്നിരിക്കും കമ്പനിയിൽ നിന്ന്. ആദ്യത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആദ്യത്തെ പറയാം. അപ്പോൾ ആദ്യത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റ് ഞാൻ തുറന്നു നോക്കുമ്പോൾ നിങ്ങളതിൽ ഒപ്പിട്ടിരിക്കും. ഇവിടെ രജിസ്റ്ററിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ കമ്പനി ആദ്യത്തെ ഷെയർ ഹോൾഡറിൻ്റെ ഒരു സ്പെസിമെൻ സിഗ്നേച്ചർ തന്നിരിക്കും. അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കും. അതുമായിട്ട് സാദൃശ്യം ഇല്ലെങ്കിൽ, അത് മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഞാനത് ആ ബാലറ്റ് റിജക്റ്റ് ചെയ്യും. കാരണം അത് ആദ്യത്താണോ തന്നതെന്ന് എനിക്കൊരു സംശയം. നമ്മൾ സാധാരണ ഇലക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ, ഇലക്ഷനിൽ പിന്നെ സൈൻ ചെയ്യാറില്ല നമ്മൾ അല്ലേ. അടുത്തെന്തുവാണ്, അതുപോലെ ചിലത് തൊട്ട് അസെൻ്റ് ആണോ ഡിസെൻ്റ് ആണോ എന്നൊരു കൺഫ്യൂഷനാണ്. ടിക്ക് അടിച്ചപ്പോൾ എന്ത് പറ്റി, രണ്ടാമത്തെ പെട്ടി ആദ്യത്തെ പെട്ടിയുടെ മുകളിൽ വഴി വരച്ചു പോയി. അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം അസെൻറ്റും ആണെന്നും തോന്നും, അതുപോലെ ഡിസെൻറ്റും ആണെന്ന് തോന്നും. അങ്ങനെ സംശയമുളവാക്കുന്ന ഒരു അസാധു വോട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വോട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ആ പോസ്റ്റൽ ബാലറ്റ് വന്നിട്ട് എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ബിക്കോസ് ഐ ഹാവ് എ genuine confusion as to whether you had consented or disconsented for the particular item. അടുത്തൊരു റീസൺ, 30 ദിവസം കഴിഞ്ഞ് വരിക. there is a cut off time. അത് ഓൾറെഡി തന്നെ പോസ്റ്റൽ ബാലറ്റ് നോട്ടീസിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ 35 ദിവസവും 40 ദിവസവും കഴിഞ്ഞ് ചിലപ്പോൾ വരാണ്ട് എപ്പോഴെങ്കിലൊക്കെ വരും അല്ലേ, എന്തെങ്കിലും കാണുമ്പോഴായിരിക്കും നിങ്ങൾ ഒപ്പിട്ട് വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരം ബാലറ്റുകളെല്ലാം നമ്മൾ റിജക്റ്റ് ചെയ്യും. ഓക്കെ, സോ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ്. ആൻഡ് വെൻ മെമ്പർ ഇസ് കോൾസിന് അരിയേഴ്സ് ഉള്ള മെമ്പേഴ്സ് തരുന്ന പോസ്റ്റൽ ബാലറ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാധനം റിജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ഒരു നല്ല ഏരിയയാണ് ചോദിക്കാൻ പറ്റിയ. വാട്ട് ആർ ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ദ പോസ്റ്റൽ ബാലറ്റ് സബ്മിറ്റഡ് ബൈ ദ മെമ്പേഴ്സ് വിൽ ബി റിഗാർഡ് ആസ് ഇൻവാലിഡ്. ഇൻവാലിഡ് ആയി പോകുന്ന, അസാധുവായി പോകുന്ന പോസ്റ്റൽ ബാലറ്റ്സ് എപ്പോഴൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റാണ്. അത് നല്ലൊരു ഏരിയയാണ് പഠിക്കാൻ പറ്റിയ. പ്ലീസ് ലുക്ക് ഇൻടു ദാറ്റ്. ഇനി വി ഹാവ് ഡൺ മാക്സിമം, ഒരുപാടായി. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ബട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പറയുന്ന നോളജ് എന്ന് പറയുന്നത്. കാരണം ഐ തിങ്ക് ഇപ്പോൾ ഗായത്രിയും എന്താണ് നമ്മുടെ പ്രീതൊക്കെ ട്രെയിൻ ചെയ്തത് എന്തായാലും ഒബ്വിയസ്ലി പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ PCസിൻ്റെ അടുത്ത് പോയാലും അവിടെയൊക്കെ ഇതൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ലോയെക്കുറിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അറിഞ്ഞില്ലെങ്കിലും ഒരു വിഷ്വലൈസേഷൻ കാര്യങ്ങളൊക്കെ അറിയണം. ആൻഡ് വെൻ യു ഗെറ്റ് ടൈം പ്ലീസ് ലുക്ക് സം പോസ്റ്റൽ ബാലറ്റ് സ്ക്രൂട്ടനൈസേഴ്സ് റിപ്പോർട്ട്. ചുമ്മാ ഗൂഗിളിൽ അടിച്ചാൽ മതി, പോസ്റ്റൽ ബാലറ്റ് സ്ക്രൂട്ടനൈസ് റിപ്പോർട്ട് അടിച്ചാൽ ഇഷ്ടംപോലെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഒരു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വോട്ടിങ്ങിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചു തന്നു. ചുമ്മാ ഒരു ഫോർമാറ്റ് എടുത്ത് PDF എടുത്ത് സിസ്റ്റത്തിൽ നോക്കുന്നതല്ലാണ്. സോ യു വിൽ ഗെറ്റ് എ clear view of what is a postal ballot. So I hope I had explained very detailed, mostly all aspect of postal ballot. But conceptually postal ballot is a unique law, I should say. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റിൽ പറഞ്ഞ മാറ്റേഴ്സ്, അജണ്ട ഐറ്റംസ് മാൻഡേറ്ററി ആയിട്ട് പോസ്റ്റൽ ബാലറ്റ് വഴി പാസ്സാക്കാൻ പാടുള്ളൂ. ബട്ട് ഇഫ് യു ഹാവ് എ ജനറൽ മീറ്റിംഗ് നിയർ ബൈ ആൻഡ് ദാറ്റ് മീറ്റിംഗ് ഹാസ് എ വോട്ടിംഗ് ഫെസിലിറ്റി, then you can place that there also. And there are 2 agenda items which you should not pass through postal ballot. One is ordinary business, second one is where you require the presence and to be heard of any director or auditor of the company. And
the entire section 110 is not applicable to OPC and for companies less than 200 members, impliedly a private limited company. And see, the main aspect is scrutinizer, and we had detailedly discussed in EOT. Here also the same thing. A scrutinizer is an independent professional who should not be in the employment of the company, and he will do the exercise, entire exercise independently without the involvement of the company or company staff, and he will submit the report to the chairman of the company, and the chairman will declare the result. Mostly declaration of result is through posting the report, result along with the report, scrutinizer's report at the website of the company. If you go through any company, postal ballot listed company especially, you will see n number of postal ballot results, so you can visualize how it looks like. So, any doubts? Clear? Yes. So now, okay. Minutes so that at a stretch we will complete. Minutes it's only one section, 118. The only thing is about the signing of minutes. So, dear students, meeting in the അവസാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് ആയാലും ജനറൽ മീറ്റിംഗ് ആയാലും ഇതിൻ്റെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് മിനിറ്റ്സാണ്. കാരണം എടുത്ത തീരുമാനങ്ങൾ എന്താണ്, എന്തൊക്കെ റെസൊല്യൂഷൻസ് പാസ്സാക്കി, എന്തൊക്കെ അവിടെ നടന്നു, അവിടെ നടന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം എഴുതി വയ്ക്കുന്ന, ഒരു മീറ്റിങ്ങിൽ നടന്ന പ്രൊസീഡിങ്സ് എഴുതി വയ്ക്കുന്ന, പ്രിൻ്റ് എടുത്ത് വയ്ക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് കുട്ടികളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, മിനിറ്റ്സ് എന്ന് പറയുന്നത്. Point number 1. Point number 2, minutes is a very, very important document because it is taken as an evidence in court of law as to what happened in the meeting or not happened in the meeting. ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നെന്നും നടന്നില്ല എന്നും ഉള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ എവിഡൻസ് ആയിട്ട് എടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ന് മറക്കരുത്. Point number 3, around 90% of India's companies' general meeting and board meeting minutes are made or drafted by company secretaries, either by the holding company secretaries of that company, and if you don't have a holding company secretary, obviously you will engage some PCS, practicing company secretary. So, being a professional, we should be very clear about the, not only the law, but also be the practical aspects of preparation of minutes. And I will always say, I had the experience of attending around 75 to 80 board meetings. Minutes preparation is like, it's a baby of experience basically. More you draft, ഓരോ ബോർഡ് കഴിയും തോറും you will improve yourself. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നതല്ലാതെ പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എന്നെ പോലെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസും അക്കാഡമിക് എക്സ്പീരിയൻസും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഞാൻ ഓരോ പ്രാവശ്യം ബോർഡ് മിനിറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ബോർഡ് കഴിയും തോറും ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഞാൻ തന്നെ ലേൺ ചെയ്തുകൊണ്ടിരിക്കും പുതിയ പുതിയ രീതിയിൽ എഴുതുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഓൺലി പോയിന്റ് യു മസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ഈസ് ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് what line you use, what language you use, what phrase you use, everything. And lastly, very, very important, fifth point, let me make it very clear. Most of the CS students has a heavy head. നമ്മൾ പറയുന്നത് ഭയങ്കര ഭാരം വരും, മിനിറ്റ്സ് ചെയ്യണം. See, my dear student, you only draft the minutes and you are not going to approve the minutes. Okay, and so it is not that much serious as you think practically. നിങ്ങൾ ഇനിഷ്യൽ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ലേ ഉള്ളൂ. അത് MD അത് പിന്നെ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ തിരുത്തും, നോക്കും. ആൻഡ് അൾട്ടിമേറ്റ്ലി ദ ഹീറോ ഓഫ് ദ മീറ്റിംഗ് ഈസ്, യു ഓൾ നോ, chairman or chairperson. So the minutes is been finalized by the chairperson of the company and not by the company secretary. Mind you, just draft it. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാന വാക്കാണെന്ന് മസിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ഒരു പെർഫെക്റ്റ് ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്വഭാവമായിട്ട് നല്ല കമ്പനികളെല്ലാം നമ്മളത് MD ആദ്യം ഒന്ന് ചർച്ച ചെയ്യും, MD കുറച്ച് കറക്ഷൻസ് ഒക്കെ വരുത്തും, എന്നിട്ട് നമ്മൾ ചെയർമാൻ കൊണ്ടുപോകും. ബട്ട്
the ultimate authority to approve the minutes is with the chairperson of the company, and the chairman of the company of the meeting is the ultimate authority to include or not to include certain lines, phrases, cosmetic changes, grammatic changes. All these things will be taken care of the chairman, and we will study soon who, and chairman will sign the minutes on behalf of the board or on behalf of the shareholders meeting. So company secretary's job is restricted or limited. I should use more polished word, limited, to have a draft, prepare a draft, and you are not going to take the entire headache of minutes, because you are not going to sign or approve that. You will initially draft that, and you will give the draft to the chairman of the company, and chairman used to correct it, and he or she, the chairperson, is the person who is interested under section 118 of the Companies Act to approve the same and of course to sign the same. I think it's clear. Okay. So മിനിറ്റ്സ്, ഒരു മീറ്റിംഗ് നടന്ന മുഴുവൻ കാര്യങ്ങൾ, ആമുഖങ്ങൾ എഴുതി വയ്ക്കുക, അതുപോലെ തന്നെ അതിൻ്റെ റെസൊല്യൂഷൻസ് എഴുതി വയ്ക്കുന്നത് മിനിറ്റ്സിലാണ്. ഇതിൻ്റെ ഇടയിലൊരു സെക്ഷനുണ്ട്. ആക്ച്വലി ഈ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അറിയണം, ബിക്കോസ് സെക്ഷൻ 118 സബ്സെക്ഷൻ 10 സേസ് അബൌട്ട് സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്. കമ്പനീസ് ആക്ടിലെ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുന്ന ഏക സെക്ഷനാണ്. അത് മിനിറ്റ്സിലാണ് കൊണ്ട് പാർക്കിയിരിക്കുന്നത്. സെക്ഷൻ 118 സബ്സെക്ഷൻ 10 സ്റ്റേറ്റ്സ് ദാറ്റ് every company has to comply with secretarial standards with respect to general and board meetings prescribed or specified by the Institute of Company Secretaries of India, constituted under section 3 of the CS Act 1980 and approved by the central government. So you have many secretarial standards, out of which secretarial standard 1 and secretarial standard 2, SS1 and SS2, dealing with general meeting and board meeting is mandatory for all companies. So the entire procedure of general meetings and board meetings has to adhere to the secretarial standard issued by the ICSI. So this is a very important aspect you have to keep in mind, and this is nothing to mainly deal with minutes. It is general to the entire general meeting proceedings, okay, including minutes. And you would appreciate the secretarial standards is a very, very important initiative by the ICSI, and you will also you should feel happy that India is the only country where you have secretarial standards. None of the other countries in the entire world has secretarial standards. Many countries are now coming forward to adopt our secretarial standards as a role model framework. I think Malaysia Institute has done, Malaysia government has done so, if I am not wrong. അപ്പോൾ വേൾഡിൽ മൊത്തം നോക്കുമ്പോഴും സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് ഉള്ളത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ആൻഡ് വി ഷുഡ് അപ്രിഷിയേറ്റ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എഫേർട്സ് ടുവേർഡ്സ് ദാറ്റ്. And SS1 and SS2 is mandatory, and every company has to comply with section 1 and section 2 dealing with general meetings and board meetings. അപ്പോൾ ഇതിവിടെ പറയാൻ കാര്യം മിനിറ്റ്സിൻ്റെ അകത്താണ് അത് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 118 സബ്സെക്ഷൻ 10. സോ കീപ് ഇറ്റ് മൈൻഡ്, ദാറ്റ് ഷുഡ് ഗോ ടു ദ ലൈബ്രറി സെപ്പറേറ്റ്ലി. Now coming to provisions of minutes, yes, few things, കുറച്ച് കാര്യം ഒപ്പിടുന്നതാണ് മെയിൻ, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിനിറ്റ്സ് ഓഫ് പ്രൊസീഡിങ്സ് ഓഫ് ഈച്ച് മീറ്റിംഗ് ഷാൽ ബി എൻറ്റേർഡ് ഇൻ ദ ബുക്സ് മെയിൻറ്റെയിൻഡ് ഫോർ ദാറ്റ് പർപ്പസ് ഓൺലി, along with the date of entry within 30 days of conclusion of the meeting. എല്ലാ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സും 30 ദിവസത്തിനകത്ത് ഉണ്ടാക്കിയിരിക്കണം. മിനിറ്റ്സ് എന്ന് പറയുന്നത് സാധാരണ ലൂസ് ലീഫാണ്, അത് പേപ്പറാണ് അല്ലെങ്കിൽ ഷീറ്റാണ്. മിനിറ്റ്സ് ഷീറ്റ് അല്ലെങ്കിൽ മിനിറ്റ്സ് പ്രിൻ്റ് എടുക്കേണ്ട പ്രത്യേക സൈസിലുള്ള ഷീറ്റ് മേടിക്കാൻ കിട്ടും. പൊതുവെ എല്ലാ കമ്പനികളും, നല്ലൊരു ശതമാനം കമ്പനികളും അങ്ങനെ ഒരു ഫോർമാറ്റിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഒരു തിക്ക് ഷീറ്റാണ് മിനിറ്റ്സ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും. അതിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നു. അതിന് എന്നിട്ട് ഒരു കട്ടി ബുക്കുണ്ട്, മിനിറ്റ്സ് ബുക്ക് എന്നൊരു ബുക്കുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയൽ ചെയ്ത് വയ്ക്കുന്നു ഇങ്ങനെ. ബട്ട് യു ഷുഡ് നോട്ട് ക്ലബ് ദ മിനിറ്റ്സ് ബുക്സ് ഇൻ എ സെൻസ്. ഫോർ ബോർഡ് മീറ്റിംഗ്സ് വി യൂഷ്വലി കീപ്പ് എ സെപ്പറേറ്റ് മിനിറ്റ്സ് ബുക്ക്, ആൻഡ് ഫോർ ജനറൽ മീറ്റിംഗ് വി വിൽ കീപ്പ് എ സെപ്പറേറ്റ് മിനിറ്റ്സ് ബുക്ക്. അങ്ങനെ രണ്ട് മീറ്റിങ്ങിനും രണ്ട് കാറ്റഗറി ഓഫ് ബുക്ക് വെച്ച് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയൽ ചെയ്യുന്നത്. യു ഷുഡ് നോട്ട് മിക്സ് അപ്പ് ദാറ്റ്. ഓക്കെ. സോ അത് ഭയങ്കര ഇരുമ്പിലൊക്കെ റോ പോലെയൊക്കെ ചെയ്തൊരു കട്ടിയുള്ളൊരു ബുക്കാണ്. അതിൻ്റെ അകത്ത് നമ്മളിത് ഈ മിനിറ്റ്സ് ഷീറ്റ് ഫയൽ ചെയ്ത് വെക്കും. കാരണം മിനിറ്റ്സ് ഈസ് എ പെർമനൻറ്റ് റെക്കോർഡ്, അത് ഒരിക്കലും നശിപ്പിച്ച് കളയാൻ പാടില്ലാത്ത ഒരു റെക്കോർഡാണ്. അതുകൊണ്ട് തന്നെ അത് എന്താണ്, ഈ നമ്മൾ പറയത്തില്ലേ, എലി കറണ്ട് പോയോ അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പലടിച്ച് പോയോ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ കുറച്ച് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, മിനിറ്റ്സ് ബുക്ക്. മിനിറ്റ്സ് ഷീറ്റ് മേടിക്കാൻ കിട്ടും, മിനിറ്റ്സ് ബുക്കും മേടിക്കാൻ കിട്ടും. ബുക്ക് എന്ന് വെച്ചാൽ ഒരു ബൈൻഡബിൾ സാധനം. അത് തുറന്നതിന് ശേഷം ഈ ഷീറ്റ് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫയൽ ചെയ്ത് അടുക്കി വയ്ക്കും. അങ്ങനെയാണ് സാധാരണ പ്രാക്ടിക്കലി ചെയ്യുന്നത്. യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, യു വിൽ സീ.
So now you can, we will maintain digitally also, don't worry about that. കാരണം ഇത് എത്ര കാലം ഇങ്ങനെ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലൊക്കെ 1970 മുതലുള്ള മിനിറ്റ്സ് ഉണ്ട്. പഴയതൊക്കെ അറിയാലോ, എത്ര തന്നെ സെക്യൂർ ആയിട്ട് വെച്ചാൽ പൊടിഞ്ഞൊക്കെ പോകും അല്ലേ. സോ വാട്ട് മോസ്റ്റ് ഓഫ് ദ കമ്പനി ഡു ഈസ് വിൽ ഹാവ് കീപ് എ ഡിജിറ്റൽ കോപ്പി ഓൾസോ സോ ദാറ്റ് it is maintained intact. 30 days is the standard time to prepare the minutes. Now the heart of minutes is who will sign that minutes book. Minutes, let me make it very clear, minutes, each page the chairman has to initial and the last page chairman has to sign. ഒന്നുകൂടി പറയാം, ഓരോ പേജിലും ഇനിഷ്യൽ ചെയ്ത് അവസാന പേജിൽ ഫുള്ളായിട്ട് ഒപ്പിടണം. അതാണ് എൻ്റെ ലോ. സോ കമ്മിങ് ടു സൈനിങ്, 2 ലോ ആണ്. ആൻഡ് ഫോർ ഇൻഫോർമേഷൻ, ബോർഡ് മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേക മിനിറ്റ്സ് ഇല്ല, സെക്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഇല്ല. അത് ഞാൻ ബോർഡ് മീറ്റിംഗ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, അല്ല മീറ്റിംഗ് പഠിപ്പിക്കും പറയാം. കാരണം രണ്ടിനും കൂടെ ചേർത്ത് ഒറ്റ സെക്ഷനേ ഉള്ളൂ. മിനിറ്റ്സ് ഈസ് കോമൺ സെക്ഷൻ ഫോർ ബോത്ത് ബോർഡ് മീറ്റിംഗ് ആൻഡ് ജനറൽ മീറ്റിംഗ്. സോ മിനിറ്റ്സ് സൈൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. പോയിന്റ് നമ്പർ 1 ഈസ് അബൌട്ട് ദ ബോർഡ് മീറ്റിംഗ് ആൻഡ് ബോർഡ്സ് കമ്മിറ്റി മീറ്റിംഗ് ബൈ ദ ചെയർമാൻ ഓഫ് ദാറ്റ് മീറ്റിംഗ് ഓർ ബൈ ദ ചെയർമാൻ ഓഫ് നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. Sounds to be very interesting. Assume that ഇന്നാണ് നമ്മളെ ബോർഡ് മീറ്റിംഗ് വയ്ക്കുക. മിനിറ്റ്സ് ഉണ്ടാക്കേണ്ടത് 30 days ആണ്, ഒപ്പിട്ട് ക്ലോസ് ചെയ്യേണ്ടത് 30 days ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്തത് ക്ലോസ് ചെയ്യണം. അതാണല്ലോ നമ്മൾ പറയുന്നത് സെക്ഷൻ 118. ആര് സൈൻ ചെയ്യും? വീണ്ടും പറയുന്നു, CS ഡ്രാഫ്റ്റ് ചെയ്തേ ഉള്ളൂ. സൈൻ ചെയ്യേണ്ടത്, അപ്രൂവ് ചെയ്യേണ്ടത്, ഫൈനലൈസ് ചെയ്യേണ്ടത്, സൈൻ ചെയ്യേണ്ടത് ചെയർമാനാണ്, കമ്പനിയുടെ ചെയർപേഴ്സൺ. ഈ മീറ്റിംഗ് ചെയർ ചെയ്ത ചെയർമാനാണ് ഇത് ഒപ്പിടേണ്ടത്. യാതൊരു സംശയവുമില്ല, 30 ദിവസം. പക്ഷേ ഈ മീറ്റിംഗിന്റെ ചെയർമാൻ എന്തെങ്കിലും സംഭവിച്ചു പോയി, 30 ദിവസത്തിൻ്റെ അകത്ത് മരണപ്പെടുകയോ ട്രാൻസ്ഫർ ആയി പോവുകയോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആയി പോവുകയോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് അടുത്ത ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സിലെ ചെയർമാൻ ഒപ്പിടാം. സോ ദാറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ആൻഡ് മൈ പേഴ്സണൽ കരിയർ ഓൾസോ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് 5 days കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനിയുടെ ചെയർമാനെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ തൊട്ടടുത്ത് നമ്മളൊരു ബോർഡ് വന്നു. ആ ബോർഡിൽ പുതിയ ചെയർമാൻ വന്നു. അപ്പോൾ ആ ചെയർമാനെ കൊണ്ടാണ് നമ്മൾ ഒപ്പിടിപ്പിച്ചത്. അങ്ങനെയാണ് ഒപ്പിടിപ്പിക്കേണ്ടത്. അല്ല വേറെ ഒരു ഡയറക്ടറിനെ കൊണ്ടും എന്ത് ചെയ്യരുത്, നമ്മൾ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഒപ്പിടിപ്പിക്കാൻ പാടില്ല. ഐ റിപ്പീറ്റ്, ഫൈനലി ഐ എം സെയിങ് ദ ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സ് ഹാസ് ടു ബി സൈൻഡ് ബൈ ദ ചെയർമാൻ ഓഫ് ദാറ്റ് മീറ്റിംഗ്. അതാണ് ലോ. പക്ഷേ സപ്പോസ് അങ്ങനെ ചെയർമാൻ എന്തെങ്കിലും സംഭവിച്ചു പോയെന്നുണ്ടെങ്കിൽ ബൈ ദ ചെയർമാൻ ഓഫ് നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്, വേർ ഒബ്വിയസ്ലി 30 days മിസ്സായി പോകും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Now coming to general meeting, EGM, AGM, class meetings, the chairman of that meeting only within 30 days. But human ആളല്ലേ, ചിലപ്പോൾ മരണപ്പെടുകയോ ഡിസ്ക്വാളിഫൈ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വേറൊരു ഡയറക്ടറിന് ബോർഡ് ഓതറൈസേഷൻ കൊടുത്ത് ആ മിനിറ്റ്സ് ഒപ്പിടാം. എന്തുകൊണ്ടാണ് അടുത്ത ജനറൽ മീറ്റിംഗിലെ ചെയർമാനെ കൊണ്ട് ഒപ്പിടാമെന്ന് പറയാത്തത്? ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാ ബോർഡ് പോലെ ഇവിടെ പറയാത്തേ? Can anyone say the answer for that? ബോർഡിൽ പറഞ്ഞു കണ്ടില്ല, ഈ ബോർഡ് മീറ്റിംഗിന്റെ ചെയർമാനോ ഇല്ലെങ്കിൽ വെച്ചോ അടുത്ത ബോർഡ് മീറ്റിംഗിന്റെ ചെയർമാനോ. പക്ഷെ ജനറൽ മീറ്റിംഗിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ ബോർഡ് മീറ്റിംഗിന്റെ ഈ ജനറൽ മീറ്റിംഗിന്റെ ചെയർമാനോ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയെന്നുണ്ടെങ്കിൽ വേറൊരു ഡയറക്ടറിനെ ഓതറൈസ് ചെയ്ത് ബോർഡ് ഓതറൈസ് അയാളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചേ പറ്റൂ. എന്തുകൊണ്ട് അടുത്ത ജനറൽ മീറ്റിംഗ് വരെ അടുത്ത ജനറൽ മീറ്റിംഗിന്റെ ചെയർമാൻ എന്ന് പറയാത്തത്? ആർക്കെങ്കിലും അറിയാമോ എന്തുകൊണ്ടാ? അത് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ബോർഡ് പോലെ എന്തുകൊണ്ടാണ് അടുത്ത ജനറൽ മീറ്റിംഗിന്റെ എന്ന് പറയാത്തതെന്നാണ് എന്റെ ചോദ്യം. അല്ല, ഇടുക്കി അതല്ലേ പോയിന്റ് അല്ലേ? അല്ലേ പ്രതിഭ? ശരിയല്ലേ? ജനറൽ മീറ്റിംഗ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരത്തില്ലല്ലോ. അപ്പോ അടുത്ത ജനറൽ മീറ്റിംഗ് AGM ആണെന്ന് വെച്ചോ, EGM ഒന്നും ഇല്ലാത്ത കമ്പനിയാണ്. AGM ആണെങ്കിൽ 1 വർഷം കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ അതുവരെ മിനിറ്റ്സ് ഫൈനലൈസ് ആവത്തില്ല. പക്ഷെ ബോർഡ് അങ്ങനെയല്ല. ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തന്നെ 3 months വരും. അല്ലെങ്കിൽ തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാലോ അല്ലേ? ഇപ്പൊ എന്റെ കമ്പനിയിൽ അങ്ങനെ സംഭവിച്ചത്. പെട്ടെന്ന് നിങ്ങൾ അടുത്തൊരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൊടുത്ത് പുതിയ ചെയർമാൻ വന്ന് ആ ചെയർമാനെ ഒപ്പിടിപ്പിച്ചു. ഓക്കെ, പ്രദീപ് പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ട്. പുതിയ ചെയർമാൻ വരുന്ന ഇത് കാര്യങ്ങൾ അറിഞ്ഞൂടല്ലോ എന്നുള്ള അതൊരു ജനറൽ ലോ ആണ്, ഇല്ലാന്ന് പറയുന്നത്. അത് ബോർഡിലും ബുദ്ധിമുട്ടുണ്ട്. കാരണം
ഇപ്പം ഞാൻ തന്നെ അടുത്ത ചെയർമാനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചപ്പോൾ പുള്ളി തലങ്ങും വിലങ്ങും വായിച്ചു പോകും. കാരണം വെച്ചാൽ പുള്ളി ഇല്ലായിരുന്നൊരു ബോർഡിൻ്റെ ഇൻസ്റ്റൽ. ഓക്കെ, എനിവേ, ടു മേക്ക് ഇറ്റ് വെരി ക്ലിയർ, board meeting minutes is to be signed by that chairman. If that chairman is not capable, then the next chairman, next board meeting chairman. General meeting board minutes has to be signed by that chairman, and if anything happens to him, by another director who has been authorized by the board to sign the minutes. ഈ പറയുന്ന കാര്യങ്ങൾ എക്സ്ട്രീം സിറ്റുവേഷനേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം, അതായത് അടുത്ത ബോർഡ് മീറ്റിംഗിന് ചെയർമാൻ വേറൊരു ഡയറക്ടർ എന്ന് പറയുന്നത് എക്സ്ട്രീം സിറ്റുവേഷനേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എപ്പോഴും ആ മീറ്റിംഗ്, ബോർഡ് മീറ്റിംഗ് ആയാലും കൊള്ളാം, ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ആയാലും കൊള്ളാം, ആ മീറ്റിംഗ് ചെയർ ചെയ്ത ആ ചെയർമാൻ തന്നെ 30 ദിവസത്തിന് തൊപ്പിടണം. അതാണ് എൻ്റെ ബേസ് ലോ. ബട്ട് ദർ മേ ബി സിറ്റുവേഷൻ ദാറ്റ് ക്രിട്ടിക്കലി വിൽ ബി അവൈലബിൾ. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. Okay, preservation of minutes book. As I told, preservation of minutes books is a permanent record, and you cannot destroy this minutes book. As you will know that the books of accounts of the company, book and paper of the company has to be maintained for 8 years. 8 വർഷത്തേക്കാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പക്ഷേ മിനിറ്റ്സ് ബുക്കും മിനിറ്റ്സ് പേപ്പേഴ്സും ഒക്കെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കലും, അതായത് 8 ബുക്സ് നശിപ്പിച്ച് കളയുന്ന പോലെ 8 വർഷം കഴിഞ്ഞ് നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. ഇത് പെർമനൻറ്റ് റെക്കോർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. സോ മേക്ക് ഷുവർ ദാറ്റ് യു പ്രിസർവ് ദിസ് മിനിറ്റ്സ് ബുക്ക് ആസ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ദ കമ്പനി. ആൻഡ് ഒബ്വിയസ്ലി ദിസ് മിനിറ്റ്സ് ബുക്ക് ഹാസ് ടു ബി അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദ കമ്പനി സെക്രട്ടറി ഓഫ് ദ കമ്പനി. ആൻഡ് ഇഫ് യുവർ കമ്പനി ഡസ് നോട്ട് ഹാവ് എ കമ്പനി സെക്രട്ടറി, then the board has to authorize a director, a particular director who is in charge of the, who should be given additional responsibility to take custody of the minutes book. It's almost over, but ഇത് പോരാ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്ട്, ഐ ഡോണ്ട് നോ, ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ സ്റ്റഡി മെറ്റീരിയൽ ഹിയർ, ഈ ഏരിയയിൽ കണ്ടില്ല. സോ വെരി ഇമ്പോർട്ടൻ്റ് വൺ ആസ്പെക്ട് വിച്ച് ലൈക്ക് ടു ഡിസ്കസ്. എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുക വിത്ത് റെസ്പെക്ട് ടു മിനിറ്റ്സ്. സി, as I told, the chairman is the ultimate authority of minutes, who will be finalizing the minutes and who will be signing the minutes. And chairman, ഒരു ചെയർമാൻ്റെ പവർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മിനിറ്റ്സ് ഫൈനലൈസ് ചെയ്യുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ പ്രിറോഗേറ്റീവ് റൈറ്റ് ഓഫ് ബീയിങ് എ ക്യാപ്റ്റൻ ഓഫ് എ മീറ്റിംഗ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, the chairman is the ultimate authority as to anything which should be included in the minutes or which should be excluded in the minutes. ഏതെങ്കിലും കാര്യം മിനിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണോ അതോ എക്സ്ക്ലൂഡ് ചെയ്യണോ എന്നുള്ളതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ചെയർമാനാണ്. അവിടുത്തെ എം ഡിക്കോ ഡയറക്ടറിനോ സെക്രട്ടറിക്കോ അല്ല. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി, ദ ലോ സേസ് ദാറ്റ് എനി മാറ്റർ വിച്ച് ഈസ് ഇമ്മെറ്റീരിയൽ, എല്ലാവരും ശ്രദ്ധിച്ച് കുറിച്ച് വെച്ചോളണേ, എനി മാറ്റർ വിച്ച് ഈസ് ഇമ്മെറ്റീരിയൽ, പോയിന്റ് നമ്പർ 1. 2, any matter which is irrelevant. 3, any matter which is defamatory. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഇർറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളോ പൊതുവെ ചെയർമാൻ മിനിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു മിനിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ്, എക്സ്ക്ലൂഡ് ചെയ്തത് എന്താണെന്നുള്ളതിൻ്റെ തീരുമാനിക്കേണ്ട അൾട്ടിമേറ്റ് അതോറിറ്റി ചെയർമാനാണ്, യാതൊരു സംശയവുമില്ല. ബിക്കോസ് ഐ എം നോട്ട് ക്വസ്റ്റനിങ് ദ ലോ. ബട്ട് ദ ലോ സേസ് the chairman should avoid certain things which is immaterial, which is irrelevant, which is defamatory. See, for example, ഒരു ബോർഡ് മീറ്റിംഗ് എടുക്കാം. അറിയാലോ, ബോർഡ് മീറ്റിംഗ് ഈസ് എ സീരിയസ് മീറ്റിംഗ്, ബട്ട് ഇനിഷ്യലി ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് വിത്ത് സം ചാറ്റ്. അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാട്ടിലും ഇപ്പോൾ മഴ സീസൺ, മഴയുണ്ടോ, അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങൾ ചോദിക്കും, വയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും, ഫ്ലൈറ്റ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും. സി, ഇതൊന്നും കയറി മിനിറ്റ്സ് എഴുതി വയ്ക്കരുത്. ചെയർമാൻ ചോദിച്ചു ഫ്ലൈറ്റ് യാത്ര സുഖമാണോ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര, ജലദോഷം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വയ്ക്കില്ല. ബിക്കോസ് ദാറ്റ് ആർ ഇമ്മെറ്റീരിയൽ തിങ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ഡിഫമേറ്ററി. കാരണം ചില സമയത്ത് ചില ആശയങ്ങൾ വരുമ്പോൾ ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പം ഇല്ലേ, അങ്ങനെയൊക്കെ ചില അൺപ്ലസന്റ് മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഉടനെ എഴുതി വയ്ക്കരുത്, യോ ചെയർമാൻ ആർഗ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കരുത്. ബിക്കോസ് യു ഷുഡ് നോട്ട് ഇൻക്ലൂഡ് എനിത്തിങ് വിച്ച് ഇസ് ഡിഫമേറ്ററി ഓൺ സംവൺ.
And the last one is which is not in the interest of the company. കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന, കമ്പനിയുടെ അറിയാമല്ലോ നമ്മൾ പറയത്തില്ലേ, കമ്പനിയുടെ ഒരു ഗുഡ് കാര്യങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യം. കാരണം ഇന്ന് എഴുതി വെക്കുന്ന മിനിറ്റ്സ്, ഇപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാൻ ഇപ്പോൾ 2025 പോലും ചിലപ്പോൾ 95-ലെയും 82-ലെയൊക്കെ മിനിറ്റ്സ് റെഫർ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഇന്ന് എഴുതുന്ന മിനിറ്റ്സ് അതിനകത്ത് 25-ൽ എഴുതിയ മിനിറ്റ്സ് റെഫർ ചെയ്യുന്നത് 44-ലേക്ക്, അതൊന്നും നമ്മൾ ചിലപ്പോൾ ഉണ്ടാവുന്നവരും ഇല്ല അല്ലേ. 50-ലും 55-ലും ഒക്കെ ആയിരിക്കും 2050-ലൊക്കെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നാണ് മിനിറ്റ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെഫർ ചെയ്യുന്നത് ഭാവിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന രീതിയിലോ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളോ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മിനിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അത് ചെയർമാന് കൊടുത്തിരിക്കുന്ന ഒരു ഡയറക്ഷനാണ് കമ്പനീസ്. മിനിറ്റ്സിൽ നിന്ന് ചോദിക്കുന്നത് ഒപ്പിടുന്ന ഏരിയയിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. അത് വളരെ നല്ല എന്തെങ്കിലും തറവായിട്ട് നിങ്ങൾ എന്തെങ്കിലും. ഇനി 2 ഏരിയ നിങ്ങളൊന്ന് നോക്കി വെക്കണം. വിർച്വൽ മീറ്റിംഗ്സ് ഒരു ഏരിയ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് കഴിഞ്ഞ കൂടെയുള്ള ബാച്ച് ഉണ്ടല്ലോ, അവിടെ ഒരുപാട് ഡിസ്കസ് ചെയ്തപ്പോൾ പിള്ളേർ പറഞ്ഞു സർ വെറുതെ അത് ഒരുപാട് ഡിസ്കഷൻ ആയിപ്പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് വിട്ടു. അല്ല, അവിടെ ഒരുപാട് സമയം വേണ്ടി ചിലവാക്കി. ഇത് വിർച്വൽ മീറ്റിംഗ് ഞാൻ കുറച്ച് ഏരിയ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് വിർച്വൽ മീറ്റിംഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഐ വിൽ ത്രോ സം ലൈറ്റ് ഹിയർ. ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു ചോദ്യം വന്നാൽ. ആൻഡ് യു ഓൾ നോ നൗ ബോത്ത് ബോർഡ് മീറ്റിംഗ് ആൻഡ് ജനറൽ മീറ്റിംഗ് ക്യാൻ ബി അറ്റൻഡഡ് ഓൺലൈൻ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ബോർഡ് മെമ്പേഴ്സ് ആസ് ദ കേസ് മേ ബി. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വിർച്വൽ മീറ്റിംഗ് വരുമ്പം എന്താണ്, പാർട്ടിസിപ്പേഷനാണ്. ഇപ്പോൾ ഞാനെപ്പോഴും എല്ലാ ബാച്ചിലും പറയുന്നത്, ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ നിങ്ങൾ തന്നെ പലരും എവിടെയൊക്കെ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നു. എൻ്റെ കൂടെയുള്ള ബാച്ചിലൊക്കെ എനിക്ക് തോന്നുന്നു ഫൈനൽ ബാച്ചിലൊക്കെ ഒരുപാട് കുട്ടികൾ, ഒരാൾ കോട്ടയം, ഒരാൾ തൃശ്ശൂർ, ഒരാൾ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കി ഇതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ടല്ലേ അല്ലേ. ഇത് ഫിസിക്കലായിരുന്നെങ്കിലോ ഞാനൊരു 4 വർഷം അല്ലെങ്കിൽ കോവിഡിനൊക്കെ മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ എനിക്കിപ്പോഴും ഉണ്ട് ഒരുപാട് കുട്ടികൾ ഹോസ്റ്റലിൽ ഒന്ന് താമസിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഭക്ഷണം കഴിച്ച് എന്താണ് വീട്ടുകാരെയും കാണാതെ എന്തുമാത്രം എഫർട്ടല്ലേ, പൈസ ചിലവ് ഇല്ല. നമ്മളെ ഫീസിന് പുറമെ ഹോസ്റ്റൽ ഫീ, എനിക്ക് തരുന്ന ഫീസിനെക്കാട്ടും കൂടുതലായിരിക്കും അവിടെ താമസിക്കുന്ന ചിലവ്, പിന്നെ സേഫ്റ്റി, സെക്യൂരിറ്റി, ഇങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. തിരിച്ച് എനിക്ക് എപ്പോഴും സങ്കടമാണ് രാത്രിത്തെ ബാച്ച് വൈകിട്ടത്തെ ബാച്ച് കഴിയുമ്പോൾ കുട്ടികൾ 8:30 കഴിഞ്ഞൊക്കെയായിരിക്കും ഇറങ്ങുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ എത്തുമ്പോൾ തന്നെ 9:30-10 മണിയാവും ചിലപ്പോൾ. ആൻഡ് ഐ നോ വൺ സ്റ്റുഡൻറ്റ് എക്സിക്യൂട്ടീവിൽ എനിക്ക് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട് ഒന്ന് കിളിമാനൂർ അവിടെയൊക്കെയാണ്, എനിക്കൊന്ന് കൊല്ലമൊക്കെയാണ്. എനിക്കൊന്ന് ഇവിടുന്ന് എത്തി വീട്ടിൽ 10-11 മണിയാവും എത്തുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എത്രയോ കുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സങ്കടം തോന്നും. മഴ, അതാണ് ഏറ്റവും സങ്കടം. മഴ വരുമ്പോഴേക്കും അവർക്ക് തിരിച്ച് വീട്ടിൽ പോയി എത്തുമ്പോൾ ഇന്നിപ്പോൾ ടെക്നോളജി എന്ത് സംഭവിച്ചു, ആർക്കും മഴയും ഇതൊന്നും പേടിയില്ല. വീട്ടുകാരെ അടുത്തിരുന്ന് നമുക്ക് സുഖമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ശരിയല്ലേ. അപ്പോൾ എന്താ കാര്യം, ഓൺലൈൻ വന്നപ്പോൾ മീറ്റിംഗ്സും നമ്മൾ പറയുന്ന ക്ലാസ് ഉൾപ്പെടെ എല്ലാം എന്ത് ചെയ്തു, പാർട്ടിസിപ്പേഷൻ കൂടി. ആൾക്കാർക്ക് എവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിലും എന്താണ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ദ കൺവീനിയൻസ് ഓഫ് യുവർ ടേബിൾ. സെക്കൻഡ് അഡ്വാൻറ്റേജസ് നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ വേണ്ട, സമയം ലാഭിക്കാം. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ എടുക്കുമ്പോൾ അല്ലാതെ ഫിസിക്കൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരാനായിട്ട് അല്ലേ ഒബ്വിയസ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം. നമ്മളൊരു ക്ലാസ് 6 മണിക്കാണെങ്കിൽ നിങ്ങൾ അറൗണ്ട് 4:30 മുതലേ പ്രിപ്പയർ 4:05 വന്ന് ബസ് പിടിച്ചോ അല്ലെങ്കിൽ ഓട്ടോയിലോ അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിലോ വന്ന് പോവുക, തിരിച്ച് ഈ കോസ്റ്റും ഈ ട്രാവൽ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ജനറൽ മീറ്റിംഗ് ഓൺലൈൻ ആയപ്പോൾ എന്ത് സംഭവിച്ചു, ദർ ഇസ് എ ഇമ്മൻസ് സേവിങ് ഓഫ് ടൈം ആൻഡ് ട്രാവൽ ടെൻഷൻ ആൻഡ് ഓൾ. അടുത്ത് അക്രോസ് ദ വേൾഡ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യു നോ ദർ ഇസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. Now it is as a click, I know I have experience of conducting board meeting where few directors are in US. അവർ അമേരിക്കയിൽ നിന്നാണ് ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് ഐ ഡോണ്ട് ഫീൽ എനി ഡിഫറൻസ്. നമ്മൾ മീറ്റിംഗ് നടത്തുമ്പോൾ അദ്ദേഹം അമേരിക്കയിൽ ഇരിക്കുകയാണെന്ന് പറയുന്നതല്ലാതെ നമുക്കൊരു വ്യത്യാസവും ഇല്ല. അവിടെ അമേരിക്കയിൽ ഇരുന്നാൽ വി ഹാവ് എ സെയിം എക്സ്പീരിയൻസ്. ആൻഡ് ഐ ഹാവ് സം സ്റ്റുഡൻസ് മേ ബി 2 ബാച്ച് ബിഫോർ. സൗദി അറേബ്യയിൽ ആയിരുന്നു കുട്ടികൾ, അതായത് ഇവിടെ ആയിരുന്നു കുട്ടികൾ. അവർ ഇടയ്ക്ക് വന്നിട്ട് അവർ നാട്ടിൽ അച്ഛനൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ പറ്റില്ല. അപ്പോൾ ഞാൻ അവർ തന്നെ പറയുന്നു 2 ദിവസം കഴിയുമ്പോൾ അവർ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നു, ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ അക്രോസ് ദ വേൾഡിൽ ഇരിക്കുന്നവർക്കും മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ്. അടുത്ത അഡ്വാൻറ്റേജ്, ഈ ഫിസിക്കൽ മോഡലാകുമ്പോൾ ഒരു മടി ഉണ്ടാവില്ല. അഗെയിൻ അതേ സംഭവം തന്നെ, യാത്ര ക്ഷീണം കാര്യങ്ങളോ അങ്ങനത്തെ ഇതൊന്നുമില്ല. സോ എനിവേ ഐ ഷുഡ് സേ, നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും online meetings or virtual EGM or AGM has paved way for lot of opportunity for shareholders to participate in meetings online
പാർട്ടിസിപ്പേഷൻ പെർസെൻറ്റേജ് ഹാസ് ഇൻക്രീസ്ഡ് മാനിഫോൾഡ്. നേരിട്ടുള്ള മീറ്റിങ്ങിൽ ചോദിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും എന്താണ് ഓൺലൈനായിട്ടുള്ള മീറ്റിങ്ങിൽ ചോദിക്കാം, അറിയാം, മുഖം നോക്കാതെ ചോദിക്കാം. സോ ഓപ്പൺലി ദേ ക്യാൻ ബി മോർ ഫ്രാങ്ക്, മോർ ഓപ്പൺ ടു ആസ്ക് ക്ലാരിഫിക്കേഷൻസ് ആൻഡ് ഓൾ. സോ നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അവരെ പോലെ അവർക്ക് ഒരു ദിവസത്തിന് 4-5 മീറ്റിംഗ് കാണും. ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിൽ പറ്റും. ഇപ്പോൾ ചെന്നൈയിൽ മീറ്റിംഗ് ആണെങ്കിൽ ചെന്നൈയിൽ വരണം, പിന്നെ അവിടെ നിന്ന് ഡ്രൈവ് അടിച്ച് നേരെ ഹൈദരാബാദും ഡൽഹിയിലൊക്കെ പോകാം, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം ഷെഡ്യൂൾഡ് ടൈം വെച്ചാൽ രാവിലെ 10:30 ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വേറൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, വൈകിട്ട് വേറൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, രാത്രി US ടൈമിൽ വേറൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. സോ ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ മീറ്റിംഗ്സ് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ്. സോ എനിവേ യു ജസ്റ്റ് ഹാവ് ഒരു 4-5 പോയിന്റ് പഠിച്ചു വയ്ക്കുക, ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേ ടച്ച് അപ്പോൺ വിർച്വൽ മീറ്റിംഗ്സ്. മേക്ക് ഷുവർ ദാറ്റ്. ഓക്കെ, കോസ്റ്റ് സേവിങ് അതൊക്കെ പറഞ്ഞു. Now coming to disadvantages, I don't want to call, or the institute has also not calling it as a disadvantages. Demerit ഒന്നും പറയാൻ പറ്റില്ല. ഡിഫിക്കൽട്ടീസ് ഉണ്ട് കുറച്ച്. ഓക്കെ, ഡിഫിക്കൽട്ടീസ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ഡിമെറിറ്റ് ഓർ ഡിസഡ്വാൻറ്റേജ്. വൺ ഇസ് സെക്യൂരിറ്റി സിസ്റ്റംസ്. അറിയാലോ, നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെയല്ല. ഈ ലിസ്റ്റഡ് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. അപ്പോൾ അത്രത്തോളമുള്ള ഫയർ വാൾസും സെക്യൂരിറ്റി സിസ്റ്റംസും ആൻറ്റിവൈറസും ഹാക്കിംഗ് ഒന്നും പാടില്ല. ചോർത്തിയെടുക്കുക അല്ലേ, അങ്ങനത്തെ. ഇപ്പോൾ നമ്മളെ ക്ലാസ്സൊന്നും അത്ര വലിയ സീരിയസ് സംഭവമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ചില ക്ലാസ്സുകൾ റാൻഡമായിട്ട് ചില ക്ലാസ്സുകൾ ഇപ്പോൾ യൂട്യൂബിലേക്ക് ഇടാറുണ്ട്. പണ്ട് ഇടാറുണ്ട്, എല്ലാ ബാച്ചിലും എല്ലാ ക്ലാസ്സും ഇടത്തില്ല, അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ക്ലാസ് ഇടും. അപ്പോൾ അതുകൊണ്ടൊന്നും കൊണ്ടൊന്നൊരു വലിയൊരു ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ, ഡിവിഡൻഡ്, എക്സ്പാൻഷൻ പ്ലാൻ, ലോൺ, അതുപോലെ റിസർവ്സ്, ക്യാഷ് ബാലൻസ്, ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനത്തൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ മീറ്റിംഗിൽ ഭയങ്കര സെക്യൂർഡ് ആയിരിക്കണം. ഒരു രീതിയിലുള്ള നമ്മൾ പറയില്ല ഹാക്കിങ്ങും അല്ലെങ്കിൽ അൺഓത്തറൈസ്ഡ് ആക്സസ് ഒന്നും പാടില്ല. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതല്ലാതെ നമ്മളൊരു ഫ്രീ പ്ലാറ്റ്ഫോമിലൊന്നും പറ്റത്തില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് യുവർ സെക്യൂരിറ്റി സിസ്റ്റംസ് ആർ ക്ലിയർ. സോ ദാറ്റ് ഇസ് എ ഡിഫിക്കൽട്ട്. അഡീഷണൽ സെക്യൂരിറ്റി സിസ്റ്റംസ് വേണ്ടി വരും. പ്രത്യേക ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, ഷെയർഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ പാടില്ല. നെക്സ്റ്റ് വൺ ഇസ് സ്ട്രീമിംഗ് ക്വാളിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്. ബോർഡ് മീറ്റിംഗിൽ അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പം അല്ലേ, നമ്മളിപ്പോൾ ടെക്നോളജി കുറച്ച് കൂടിയാണ്, നമ്മളിപ്പോൾ സുഖമായിട്ട് അറ്റൻഡ് ഞാൻ പറയുന്നല്ലോ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി അവർ ലൈൻസ് ഇസ് ഗുഡ്. ബട്ട് വൺ ടൈം ഒരു ഐ തിങ്ക് ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഐ സ്റ്റിൽ റിമെമ്പർ CS, CET എൻട്രൻസിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 4-5 വർഷം ഭയങ്കര പാടായിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് ഹലോ പറയും, അവിടെ കേൾക്കൂല, അവരെ പറഞ്ഞ് ഇവിടെ കേൾക്കൂല, ഭയങ്കര പാടായിരുന്നു. എനിക്ക് 1-2 ബാച്ചൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ടു ബി ഫ്രാങ്ക്. ഞാൻ മുറ്റത്തൊക്കെ പോയിരുന്നു, സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്നു പഠിപ്പിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അന്ന് അറിയാലോ ഒരു കാലഘട്ടം ഉണ്ടായി, നെറ്റൊന്നും അത്ര. ഇന്നിപ്പോൾ വൈഫൈയും കാര്യങ്ങളൊക്കെ ആയി, താങ്ക്സ് ടു ടെക്നോളജി, താങ്ക്സ് ടു ദ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ്. അപ്പോൾ അതുപോലെ ബോർഡ് മീറ്റിങ്ങിലും ഈ പല ഡയറക്ടേഴ്സും പ്രത്യേകിച്ച് ജനറൽ മീറ്റിംഗ്സിൽ പല ആൾക്കാരും റിമോട്ട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രീമിംഗ് ക്വാളിറ്റിയും ഇൻ്റർനെറ്റ് ക്വാളിറ്റിയും ഒക്കെ കറക്റ്റായിട്ട് വേണം. മൂന്നാമത്തെ ലോഗിൻ ID, പാസ്വേഡ്. അപ്പോൾ അതൊക്കെ ഭയങ്കര സെക്യൂർഡ് ആയിരിക്കണം, അറിയാലോ അല്ലേ. ഈ ലോഗിൻ ID കറക്റ്റ് ആയിരിക്കണം, അത് തെറ്റിപ്പോകരുത്. പിന്നെ മീറ്റിംഗ് തൊട്ട് മുമ്പൊക്കെ കയറുമ്പം ലോഗിൻ എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിരിക്കണം. അതൊരു ഡിഫിക്കൽറ്റിയാണ്. ഷെയർ ഹോൾഡേഴ്സിന് ഓരോ ലോഗിൻ IDയിലായിരിക്കും കയറുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അസിസ്റ്റൻസ് നമുക്ക് വേണ്ടി വരും. അടുത്ത ഡേറ്റ സെക്യൂരിറ്റി, അത് പറഞ്ഞു കഴിഞ്ഞു. അലോയിങ് ഷെയർ ഹോൾഡേഴ്സ് ചോയ്സ് ഓഫ് ഡിവൈസ്. ഈ ഡിവൈസ് സെറ്റിങ്സ് അത് ഇപ്പോൾ നമ്മളെ ഗൂഗിൾ മീറ്റിലൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. ഇപ്പോൾ വെബ്എക്സ് അല്ലെങ്കിൽ കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴേ ഓരോ സിസ്റ്റവും ഓരോ ലാപ്പും അല്ലെങ്കിൽ മൊബൈലിലൊക്കെ നമുക്ക് അല്ലേ സിസ്റ്റം സെറ്റിങ്സ്, ജാവ സെറ്റിങ്സ് ഒക്കെ മാറും. അപ്പോൾ അതൊരു മെനക്കെടാണ്. എസ്പെഷ്യലി ഒരു 7,000 ഷെയർ ഹോൾഡേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ക്യാൻ യു എക്സ്പെക്ട് 7,000 ഷെയർ ഹോൾഡേഴ്സ് സിസ്റ്റം സെറ്റിങ്സ് സെയിം നോ. അപ്പോൾ ചിലരൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, ചിലത് വെർഷൻസ് മാറ്റേണ്ടി വരും. കണ്ടിട്ട് ഇപ്പോൾ മാക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, അതുപോലെ വിൻഡോസിലും അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. സോ ദീസ് ടൈപ്സ് ഓഫ് തിങ്സ് ഹാസ് ടു ബി ടേക്ക് കെയർ. എന്തായാലും ഒരു 4 പോയിന്റ് എഴുതി വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. പിന്നെ റെക്കോർഡ് ചെയ്യണമെന്നാണ്. ബോർഡ് മീറ്റിംഗ്സ് മീറ്റിംഗ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അത് ഹാർഡ് ഡിസ്ക് അനുസരിച്ച് ഹാർഡ് ഡിസ്ക് വേണം, സ്പേസ് വേണം. ചില മീറ്റിംഗ് 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ ബോർഡ് മീറ്റിംഗ്. ഐ ഹാവ് എക്സ്പീരിയൻസ്. ഉച്ചയ്ക്ക് തീരില്ല, ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിന് ശേഷം വീണ്ടും ചിലപ്പോൾ ബോർഡ് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അറൗണ്ട് 8, 6, 7 മണിക്കൂറൊക്കെ ചർച്ചയുള്ള ബോർഡിൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ എത്രയായിരിക്കും അല്ലേ. അപ്പോൾ അതിനുള്ള സെക്യൂരിറ്റി സ്റ്റോറേജ് സ്പേസ് വേണം. So I don't strictly speak this as a disadvantages, but there are some difficulties. So virtual meetings ne kurichu I request students to study at least 4 to 5 points of advantages and 4 to 5 points of difficulty where institute may touch upon.
Now over, and lastly, ബോർഡ് മീറ്റിങ്ങിലുള്ളതുപോലെ തന്നെ ഇവിടെയുണ്ട്. ബിഫോർ ദ ജനറൽ മീറ്റിംഗ് സെക്രട്ടറി എന്ത് ചെയ്യണം, അറ്റ് ദ മീറ്റിംഗ് എന്ത് ചെയ്യണം, ആഫ്റ്റർ ദ മീറ്റിംഗ് എന്ത് ചെയ്യണം, അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അതൊന്ന് വായിച്ചു വയ്ക്കുക. ഇപ്പം അങ്ങനത്തെ സ്ട്രൈറ്റ് തിയറി ഒന്നും ചോദിക്കാറില്ല, ബട്ട് സ്റ്റിൽ ഡോണ്ട് ടേക്ക് എ റിസ്ക്. ബോർഡ് മീറ്റിങ്ങിൽ പഠിച്ചത് നമ്മളൊരു ഏരിയ ഞാൻ വായിക്കാൻ പറഞ്ഞു, റീഡ് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയും കമ്പനി സെക്രട്ടറി വാട്ട് ഹാസ് ടു ബി ഡൺ ബിഫോർ ദ മീറ്റിംഗ്, അറ്റ് ദ മീറ്റിംഗ്, ആഫ്റ്റർ ദ മീറ്റിംഗ്. അതിൽ പുതുമയൊന്നുമില്ല. നമ്മൾ പഠിച്ച മുഴുവൻ ലോയും വീണ്ടും എഴുതിയിട്ടുണ്ട്. നോട്ടീസ് അയക്കണം, അജണ്ട അയക്കണം, എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് അയക്കണം, 7 ദിവസം നോട്ടീസ് കൊടുക്കണം, 21 ഡേയ്സിന് ഇവിടെ നോട്ടീസ് കൊടുക്കണം. അങ്ങനെ പഠിച്ച അതേ ലോയെ തന്നെ സീക്വൻസിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് ബെറ്റർ യു ജസ്റ്റ് ഹാവ് എ റെഫറൻസ്. സോ ഇന്ന് ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ ബിക്കോസ് ഐ വോണ്ട് മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് ടു കംപ്ലീറ്റ് പാർട്ട് ബി. ബിക്കോസ് ഈ ജനറൽ മീറ്റിംഗ് തന്നെ എനിക്ക് തോന്നുന്നു 5 സെഷൻ എന്തോ ആയിരുന്നു. ഇന്ന് നോക്കിയത് നമ്മൾ തുടക്കത്തിൽ പോസ്റ്റൽ ബാലറ്റ് സെക്ഷൻ 110, പിന്നെ മിനിറ്റ്സ് സെക്ഷൻ 118, പിന്നെ ലാസ്റ്റ് വിർച്വൽ മീറ്റിംഗ്സ്. സോ ഐ വോണ്ട് യുവർ ലൈബ്രറീസ് ടു ബി അപ്ഡേറ്റഡ്. ആൻഡ് മേ ബി നാളെ വേണ്ട, അടുത്ത ശനിയാഴ്ച, അതായത് നെക്സ്റ്റ് സെഷനിൽ ഐ വിൽ ആസ്ക് സെക്ഷൻ നമ്പേഴ്സ് ടു ഓൾ സ്റ്റുഡൻസ് ഹു ആർ വില്ലിംഗ് ടു സേ ഒബ്വിയസ്ലി. സോ കൂടെയുള്ള ബാച്ച് അവർ ഇന്നലെ എന്നെ ഞെട്ടിച്ചു. ശരിക്കും പറഞ്ഞു 72 സെക്ഷൻ ഉണ്ടായിരുന്നു. 72 സെക്ഷനും സൂപ്പറായിട്ട് പറഞ്ഞു. സോ ഐ വാണ്ട് യു പീപ്പിൾ ഓൾസോ ടു പ്രിപ്പയർ. സെക്ഷനൊക്കെ അപ്ഡേറ്റ്, സൗമ്യ സെക്ഷനൊക്കെ അപ്ഡേറ്റ് ആണോ? ഇപ്പം എത്രയായി? Sir, 68. കറക്റ്റ് അറൗണ്ട് 72 നിൽക്കും. മനസ്സിലായല്ലേ? അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ 2 സെക്ഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയല്ലോ അല്ലേ? 107, 108, 109 എഴുതിയല്ലോ. ഇന്നിപ്പോൾ 110, 118 ലാസ്റ്റ് സെക്ഷൻ നമ്മൾ പഠിക്കുന്നത്. സോ സഞ്ജു അപ്ഡേറ്റഡ് ആണോ? ഇടയ്ക്കൊന്നുകൊണ്ട് ക്ലാസ് മിസ് ചെയ്തൊക്കെ അപ്ഡേറ്റഡ് ആയോ സെക്ഷൻസ്? ഓക്കെ ഗുഡ്. അപ്പോൾ ഇന്നത്തെ കൂടെ നമ്മൾ ജനറൽ മീറ്റിംഗ് ക്ലോസ്. ഇപ്പോൾ നാളെ ഞാൻ ചോദിക്കുന്നില്ല സെക്ഷൻ നമ്പർ. ഇറ്റ് വിൽ ബി വെരി ഷാർപ്പ് ടൈം, ഷോർട്ടർ നോട്ടീസായി ഇപ്പോൾ നാളെ പെട്ടെന്ന് കയറി ചോദിക്കുന്നത്. സോ വിൽ കീപ് ദയർ. ആൻഡ് നമുക്കത് അടുത്ത ശനിയാഴ്ച എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. എല്ലാ കുട്ടികളും, പ്രിഫറബിളി ഓൾ സ്റ്റുഡൻസ്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ബാച്ചിൽ ഇപ്പോഴത്തെ കൂടെയുള്ള ബാച്ചിൽ പറഞ്ഞത് 70 സെക്ഷൻസ് വിൽ ബി ആവറേജ്, വോട്ട് മീ 1 or 2 പ്ലസ് ഓർ മൈനസ്. 70 സെക്ഷനും ഒരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കുക, ഇൻക്ലൂഡിങ് ഓൾറെഡി ക്വാളിഫൈഡ് ആൾക്കാരാണെങ്കിൽ പോലും. ബിക്കോസ് ഇറ്റ് ഇസ് ബി ഹ്യൂജ് അസറ്റ് ഫോർ യു, ഫോർ പ്രാക്ടിക്കൽ ആൻഡ് ഓഫ് കോഴ്സ് ഫോർ യുവർ പ്രൊഫഷണൽ പർപ്പസ്. ആൻഡ് ഐ വിൽ ചലഞ്ച് യു, നൺ ഓഫ് ദ സ്റ്റുഡൻസ് എസ്പെഷ്യലി ഇൻ കേരള വിൽ ഇത്രയും. ഇന്നലെ തന്നെ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. എന്ത് രസമാണ് കുട്ടികൾ പറയുന്നത്. 70 സെക്ഷൻ ഓർഡറിൽ ഓരോ ഏരിയ വെച്ച് KMB ഇതാണെന്നൊക്കെ പറയുമ്പോൾ. സോ ഇറ്റ്സ് വെരി ഹാപ്പി. ആൻഡ് ഹാപ്പിനെക്കാട്ടിലും വളരെ ഒരു ആസ് എ ടീച്ചർ ഐ ഫീൽ വെരി പ്രൗഡ് ദാറ്റ് വെരി ക്രിസ്റ്റൽ. സോ പ്ലീസ്, സോ ഇനി ഞാൻ പറയത്തില്ല കേട്ടോ, നീ പറഞ്ഞില്ല ഓർമ്മിച്ചില്ല എന്ന് പറയുന്നത്. അടുത്ത ശനിയാഴ്ച നമുക്ക് എല്ലാ കുട്ടികളും പാർട്ട് ബിയിലെ മുഴുവൻ സെക്ഷൻസും പഠിച്ച് പറയണം. ഓക്കെ, സോ മേക്ക് ഷുവർ വീഡിയോയിൽ പറയുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. യു ഹാവ് 1 week ടൈം, pretty good time. So with this we concluded part B. ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ MD ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പാർട്ട് എ പോയിട്ട് വരും, ഇടയിൽ എവിടെയെങ്കിലും ഞാൻ എടുത്തു തരാം. ഇൻഡിപെൻഡന്റ് ഡയറക്ടറെ മാറ്റി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ കവർ ചെയ്ത് അറിയായിരിക്കും അല്ലേ. ഇപ്പോൾ KMB തുടങ്ങി, ദെൻ വി കംപ്ലീറ്റഡ് ബോർഡ് മീറ്റിംഗ്, ദെൻ വി കംപ്ലീറ്റഡ് ഡയറക്ടേഴ്സ്. അതൊരു 2 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ബോർഡ് മീറ്റിംഗ് ചാപ്റ്റർ ഉണ്ടായിരുന്നു. ദെൻ വി വെന്റ് ടു ജനറൽ മീറ്റിംഗ്, അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. സോ ഓൾമോസ്റ്റ് ഡൺ. Now part A is നാളെ രാവിലെ ഐശ്വര്യമായിട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് ഡിവിഡൻഡ്. ആൻഡ് അത് വേറൊരു മോഡലാണ്. ഞാൻ പറയാം, ഒരു ഐ ഗിവ് യു ആൻ ഇൻട്രൊഡക്ഷൻ ദയർ. വി വിൽ സ്റ്റിക്ക് ഓൺ ടു ടൈം. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ടു ബി ഫ്രാങ്ക് കുറച്ചൊരു മെച്ചുവർഡായി എന്നറിയാലോ. പ്രത്യേകിച്ച് പാർട്ട് ബി പറഞ്ഞു കോർ ഏരിയസ് എല്ലാം കഴിഞ്ഞു. പക്ഷേ പ്രൊഫഷനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് മീറ്റിംഗ്സും ഡയറക്ടേഴ്സും ഒക്കെ. സോ സിൻസ് യു ആർ കാപ്പബിൾ നൗ ടു ഇനി നമ്മൾ താഴോട്ടാണ് പഠിച്ചു പോകുന്നത്. മുകളിലോട്ടുള്ള ഏരിയ കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് താഴോട്ടാണ് ഒരുപാട് എന്താണ് എല്ലാ ബേസിക് സംഭവങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ. ഞാൻ ഐ വിൽ ഗിവ് എൻ ഇൻട്രൊഡക്ഷൻ ടുമോറോ മോർണിംഗ്. സോ ഇൻകോർപ്പറേഷൻ മുതൽ ഷെയർ ക്യാപിറ്റൽ, PAS, പ്രോസ്പെറസ് അലോട്ട്മെൻറ്റ്, ഡിവിഡൻഡ്, ഡെപ്പോസിറ്റ്സ്, ചാർജ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്. ആൻഡ് താങ്ക് ഗോഡ് CSRP ഇല്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇൻസ്പെക്ഷൻ ഇൻക്വയറി ഇല്ല, ഓപ്പറേഷൻസ് മാനേജ് ഇല്ല. 3 ചാപ്റ്റർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ കമ്പാരിറ്റീവ്ലി വി ആർ ഇൻ കംഫർട്ട് സോൺ. So I think I had done my job. I had done my job, my part of job. Now it is your part of job to study these things. Okay. So അപ്പോൾ അടുത്ത ശനിയാഴ്ച മറക്കണ്ട. ഇനി ഓർമ്മിപ്പിക്കത്തില്ല. അടുത്ത ശനിയാഴ്ച എല്ലാ സ്റ്റുഡൻസും
മുഴുവൻ സെക്ഷൻ ആവറേജ്ലി 70 സെക്ഷൻസ് നല്ല പ്രിപ്പയർ ചെയ്യുക. മേക്ക് മീ ഹാപ്പി. വി ഹാവ് എ ക്ലിയർ കൺട്രോൾ ഓവർ സെക്ഷൻസ്. എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അറിയാലോ, ഗ്രൂപ്പിൽ എല്ലാവരുടെയും നമ്പർ ഉണ്ടല്ലോ, ആരെ വേണമെങ്കിലും നമുക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം. പ്ലീസ് അപ്ഡേറ്റ് ഇറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. സി യു ടുമോറോ മോർണിംഗ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you, sir.